സഹ്യാദ്രിയുടെ പാദസരമായ വേളിമല, രാജവാഴ്ചയുടെ തണലിൽ തഴച്ചു വളർന്ന മാടമ്പികളുടെ ദുർഭരണത്തിന്റെ തേരൊലി വർഷങ്ങൾക്ക് മുൻപ് ഈ മലയോരത്ത് മുഴങ്ങിയിരുന്നു. പാവപ്പെട്ട ചാന്നാനും കൊല്ലനും ഇടയനും എല്ലാം അന്ന് നിർദ്ദയം ചൂഷണം ചെയ്യപ്പെട്ടു. ജീവിക്കുവാനുള്ള അവകാശം വരെ നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെ അനീതിക്കെതിരെ അവരാഞ്ഞടിച്ചു. ആ ജനശക്തിയുടെ മുൻപിൽ മാടമ്പിമാരുടെ സിംഹാസനങ്ങൾ തകർന്നു വീണു. ആ സമരത്തിന്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. മച്ചമ്പി, ഹേ മച്ചമ്പി, ഓ മാമൻ ചന്തയിൽ പോയിട്ട് വരുമ്പോ മോൻ അരഞ്ഞാണവും കരിവളയെല്ലാം വാങ്ങിച്ചോണ്ട് വരാം. പയലേ, എന്റെ മുന്നിക്കുന്ന തീർത്ഥം തെളിച്ചല്ലോടാ. നല്ല ഉപ്പുരസം. അവന്റെ തന്നയ്ക്കോ ഉപ്പളത്തിലല്ലേ അണ്ണ ജോലി? ഉപ്പ് കൂടുതലായിരിക്കും. മാമനെ കുളിപ്പിച്ചല്ലോടാ മോനെ. എന്നാലേ ബാക്കിയുള്ളത് കൊണ്ട് അപ്പനെ കുളിപ്പിച്ചാ മതി. മാമന് പോണം. എവിടെ നട മോനെ പുലിനകം? ഇന്നലെ അണ്ണം കൊണ്ട് കൊടുത്തതാ. ജംബു, നീ എന്താ നേരത്തെ തിരിച്ചത്? 10 നാഴിയെ പുലരാതെ വടശ്ശേരി ചന്തയിൽ ആള് കൂടുമോ? കാളയ്ക്ക് ലാടം തറപ്പിക്കണം, അക്കാണിപ്പുരയിൽ പോയി കരിപ്പെട്ടി ചിപ്പം കയറ്റണം. എല്ലാം കഴിഞ്ഞാലുമ്പോ ചന്ത കൂടിയിരിക്കും. അണ്ണ, ഇന്നെങ്കിലും സന്ധ്യക്ക് മുമ്പേ വീട്ടിൽ വരണേ. താലി കെട്ടി ഒരു പെണ്ണ് കാത്തിരിക്കാനുണ്ടായിരുന്നെങ്കിൽ നേരത്തിനും കാലത്തിനും ഒക്കെ വീട്ടിൽ വന്നേനെ. പെണ്ണും പിടക്കോഴിയും ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ വരാൻ താമസിക്കുന്നത്. മാടമ്പിക്ക് പനക്കരവും പാനക്കരവും കൊടുത്താണ് കരിപ്പെട്ടി ഉണ്ടാക്കുന്നത്. അതും കൊണ്ട് ചന്തയിലോട്ട് ചെല്ലുമ്പോ ന്യായമായ വില കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ആ, അതൊക്കെ ശരിയാ. പക്ഷേ നീ കല്യാണം കഴിക്കാതെ കാശിക്ക് പോവാൻ പോയാണോ എന്നാ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നത്. അതേ നങ്ങ് പറഞ്ഞേക്കും മച്ചമ്പി. അണ്ണൻ ഈ ജന്മം കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? മാടമ്പിയുടെ മോൾ സുഭദ്ര കുഞ്ഞിന് അണ്ണന് പ്രാണനായിരുന്നു. എന്നിട്ടാണോ ആ പെൺകൊച്ചി വേറൊരുത്തിനെ കല്യാണം കഴിച്ചത്? അതിനെ പിടിച്ചു കെട്ടിയിട്ടാണ് കല്യാണം നടത്തിയത്. ഒരോണം കഴിയുന്നതിന് മുമ്പ് കെട്ടിയവനും ചത്തു. എല്ലാവരും വയറ് നിറച്ചും കുടിക്കണം. ഇഷ്ടം പോലെ കഞ്ഞിയുണ്ട്. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇത്ര കഞ്ഞി കൊടുത്തത് കൊണ്ട് ആരും മുടിഞ്ഞു പോവില്ല. ഈ പീഡനത്തെ വെച്ച് വീഴ്ത്താനല്ല ഞാൻ പാടുപെട്ട് അറയിൽ നെല്ലുണ്ടാക്കിട്ടിരിക്കുന്നത്. ഇന്ന് സുഭദ്രയുടെ ഭർത്താവ് മരിച്ചിട്ട് ആണ്ട് തികയുന്ന ദിവസമാണ്. അവന്റെ ആണ്ടും പിണ്ടും കൊണ്ടാടുന്നത് ഇവിടെ അല്ല. പിന്നെ എവിടെയാ? പരമേശ്വരൻ നിങ്ങളുടെ മരുമോനായിരുന്നു. ഈ കുടുംബത്തിൽ നിന്ന് അവനോട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അവൻ അധ്വാനിച്ചതോ? ആ തെണ്ടി ചോര ഛർദ്ദിച്ച് ചത്തതാണ് എന്റെ ഭാഗ്യം. ചോര ഛർദ്ദിച്ചതോ ഛർദ്ദിപ്പിച്ചതോ? നിങ്ങളുടെ ചവിട്ടുകൊണ്ടല്ലേ അവൻ മരിച്ചത്. പണവും സ്വാധീനവും ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അന്നത് മറയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ മകളാണ് വിധവയായി പോയത്. നീ കരയാതെ മോളെ, കഞ്ഞി വിളമ്പി കൊടുക്ക. ആ കാലൻ മാടമ്പിക്ക് എത്ര കലപ്പൻ കുന്നാലൊക്കെ പണിഞ്ഞു കൊടുത്തു. എന്നിട്ട് ചില്ലി കാശ് തന്നു.
എടാ കുരുകുരുത്തം കെട്ടവനെ, അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ഇവിടെ ആല കെട്ടാൻ ഇടം കിട്ടിയത് തന്നെ. ആലക്കരം അങ്ങോട്ട് കൊടുക്കാനുള്ളപ്പോ കൂലിപ്പണം ചോദിക്കാൻ നോക്കൂ. ഇവിടെ പണിയുന്ന മുഴുവൻ ആലക്കരം കൊടുത്തോണ്ടിരുന്നാ മതിയല്ലോ. കൊടുത്തില്ലെങ്കിൽ ഇറക്കി വിടൂടി. അപ്പനെ പോലുള്ളവരെ കൊടുത്താലും ഇറക്കി വിടും. പറപ്പുകേട് പറയുന്നോടാ. എടാ മോനെ, നീ വെറുതെ വഴക്കുണ്ടാക്കാതെ കൈച്ചാന എടുത്തോണ്ട് നിന്റെ പണിക്ക് പോ. കഞ്ഞിക്കുള്ള വഴി ഉണ്ടാക്കാം. ആ ഞാൻ പോകുന്നു. എടാ ആരൊക്കെ തലകുത്തി നിന്നാലും മാടമ്പി അദ്ദേഹം വിചാരിക്കുന്നേ നടക്കൂ. അത് നടക്കാത്ത കാലവും വരും മൂപ്പ. അന്ന് കാക്ക മലന്ന് പറക്കും. ജമ്പു, ഈ മണ്ണ് വലിയ കോയിക്കലെ തറവാട്ട് വകയാ. മാടമ്പിയ തറവാട്ട് കാരണവര്. മാടമ്പി ഉണ്ടായതിൽ പിന്നെയാണോ മൂപ്പ മണ്ണുണ്ടായത്? ജമ്പുണ്ണ, അപ്പന്റെ തലക്ക് ചൂടാ, ഇത്തിരി പനങ്ങൾ വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്ക്. ആയിന്റെ മോനെ. ദേ, ചന്ത കൂടാൻ നേരമായി. ഇതെല്ലാം ഒന്ന് വിലയിട്ട് തന്നാ ഞാൻ വിറ്റേച്ച് വരാം. തരാതരം പോലെ കൊടുക്കടി. മൂപ്പൻ ഇന്നലെ എവിടെ പോയിരുന്നു? ലാടം അടുപ്പിക്കാൻ ഞാൻ വന്ന് കുറെ നേരം കാത്തിരുന്നു. അനാഥ മന്ദിരത്തിന്റെ താക്കോല് പോയെന്ന് പറഞ്ഞ് കുശിനിക്കാരൻ വന്നു. ഒന്ന് തുറന്നു കൊടുക്കാൻ പോയതാ. അതിന് അച്ഛനും ജയനുമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ. അവരൊക്കെ തഞ്ചാവൂരാ. അടുത്ത മാസം വീണ്ടും വരുമെന്ന് പറഞ്ഞു. അതുങ്ങൾ വന്നാൽ ഇവിടത്തെ കുഞ്ഞുങ്ങളുടെ എല്ലാം പട്ടിണി മാറും. 3 നേരം വയറ് നിറച്ച് പാല് കിട്ടും. കേട്ടോ ജമ്പു, രണ്ടും വെള്ളക്കാരല്ലേ. കഴിഞ്ഞാണോ വന്നപ്പോ കഥയൊക്കെ നമുക്ക് ലാടം അടിച്ചുകൊണ്ട് പറയാം. എനിക്ക് ചന്തയിൽ പോകണം. എന്നാ കളമര കഴിക്കും. നമ്മള് ചോദിക്കുന്ന തറാത്തൊന്നും ഈ ചന്ത കയറണ്ട. എടുക്കണം. അയ്യോ, കുഞ്ഞുങ്ങൾ പട്ടിണിയിലായി പോകുമേ. എന്താണ് നോക്കിക്കണം? എന്നാ പോയില്ല. ഒന്നും വിറ്റിട്ടില്ലേ? അത് നമുക്കറിയണ്ട. ചന്ത പരിപാടിക്ക് എന്റെ കയ്യിൽ വേറെ ഒറ്റ കാശില്ല മോനെ. മോന, നീ പണ്ട് ചന്തയിൽ ഒന്ന് പെറ്റിട്ടുകൊണ്ട് പോയതാണോ നമ്മളെ? മൂസാക്കുട്ടി, നിന്റെ വാപ്പ ഇവിടെ പിരിവുകാരനായിരുന്ന കാലത്തും ഞാൻ ഈ ചന്ത വന്നിട്ടുള്ളവളാ. ആ മനുഷ്യൻ ആരോടും ഒരു അനാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് ബാപ്പ, ഇത് മോൻ. കാശെടുക്ക്. കഴിഞ്ഞിട്ടെങ്കിലും വിറ്റോട്ടെ, കാശ് തരാം. കൈനീട് നമ്മൾ വിറ്റോളാം. അയ്യോ മൂസാക്കുട്ടി, മൂസാക്കുട്ടി, മൂസാക്കുട്ടി. എന്ത് പറ്റിയടോ? പൊന്നേമാനെ, ആ പിരിവുകാരൻ മൂസേനെ തല്ലി. ചന്തയിൽ കൈപ്രയോഗമോ? അതൊന്ന് ചോദിക്കണമല്ലോ. വാസു, ഇത് 1.5 പണം വേണമെങ്കിൽ എടുത്തോളൂ. മൂസ, എന്തിനാ കലത്തിട്ടടിച്ചത്? കലത്തിനാ? ആ കലം വിൽക്കുന്ന തല്ലി എന്തിനാണെന്നാ ചോദിച്ചത്. പിന്നെ ചന്തക്കരന്നൊന്നിൽ ഈ തൊട്ടുമുത്തോ ഏമാനെ? എന്നാലും കൈപ്രയോഗം വേണ്ട, അതിന് ഞങ്ങളുണ്ട്. എന്നാ ഏമന്മാരെ എന്നെ പിരിച്ചു തന്നേര്. നമ്മളേതെങ്കിലും മൂലക്കിരുന്നോളാം. അത് വേണ്ട, നീ പിരിച്ചു, പക്ഷെ ബഹളം പാടില്ല. മൂസാക്കുട്ടി, പിരിവ് കഴിഞ്ഞു വരുമ്പം ഞങ്ങളെ ഒന്ന് ഗവനിക്കണം. എടേ, രണ്ടേത്തപ്പഴവിടെ എന്തിനാശാനെ ചോദിക്കുന്നേ? ഒരു 300 പ്രാവശ്യം നീ എന്റെ കത്തി ചാണകം കുടിച്ച് വന്നിട്ടുണ്ട്. 3 കഴിഞ്ഞ് രോമം മുറിക്കുന്ന മുമ്പായിട്ട് കത്തിയില്ല മൂർച്ചയാകുമോ? ആടിന് രോമമില്ലാത്തതിന് കത്തിയെ കുറ്റം പറഞ്ഞാൽ ഒക്കുമോ? കത്തിക്ക് മൂർച്ചയുണ്ടായാൽ മുത്തയ്യന്റെ പണി മുട്ടത്തില്ലേ ആശാനെ? മുത്തയ്യൻ കത്തി ചാണകം കുടിച്ച് കണ്ടാലേ ആടിന്റെ രോമം മുറിക്കാനൊക്കത്തില്ല. കേട്ടോടാ മുത്തയ്യ, പണ്ട് എന്റെ കിടയില് ആണും പെണ്ണും അല്ലാത്ത ഒരാടുണ്ടായി. അതെങ്ങനെ മൂപ്പര് മനസ്സിലായി? ഞാൻ ആ ആടിനെ പെണ്ണ് വരുന്നുണ്ട്. ഒന്ന് വെറുതെ ഇരുന്നേ. മോളെ, ആടിനൊക്കെ വെള്ളം കൊടുത്തോ? ഇല്ലപ്പാ, ഈ ചുപ്പാണ് അവിടെ ഇരിക്കല്ലേ. ചുപ്പു, പോയി ആടിന് വെള്ളം കൊടുക്ക്. ഞാൻ ഈ ചാണക്കയറ് പിടിച്ചതിന്റെ കാശ് മുത്തയ്യന്റെ മേടിച്ചിട്ടേ പോവുള്ളൂ. ഓഹോ, അല്ലാതെ ചുപ്പണ്ണം പോവില്ല അല്ലേ? മുത്താരമ്മയാണ് പോവില്ല. എടാ മണിയാ,
ജമ്പുവണ്ണം കരിപ്പറ്റ ചിപ്പം കയറ്റി തളർന്നു. ഒരു തവണ അക്കാനി കൂടി. ഓ വേണ്ട, ചെല്ലന്റെ വീട് ഏതുവരെയായി? ഇനി മേക്കൂടുകൂടെ കയറ്റിയാ മതി. അച്ഛനും ജയനമ്മയും പോകുന്നതിന് മുമ്പ് കുറച്ച് കാശ് തന്നു. പറമ്പിൽ നിന്ന് ആവശ്യമുള്ള പനയും വെട്ടിയെടുത്തോളാൻ പറഞ്ഞു. ജംബു ഇന്ന് എത്ര ചിപ്പുണ്ട്? 15. ഓഹോ. കറുപ്പ, ഈ കരിപ്പെട്ടി കാച്ചുന്നിടത്തും വിൽക്കുന്നിടത്തും കരം ഈടാക്കുന്നത് അനീതിയാണ്. ഞാൻ എന്ത് ചെയ്യാനാ? മുതലാളി പറയുന്നു, ഞാൻ പിരിക്കുന്നു. കറുപ്പനാശാനെ, ഇതെല്ലാം ആരുടെ കരുത്തർത്തോണ്ട് വരുന്നതാ? എടാ, കരക്കുടിശ്ശേക്കാരോട് ഈടാക്കിയ സാധനങ്ങളാ. ഓരോരുത്തരെ വിറച്ചോണ്ടാ തരുന്നത്. ആ, നിങ്ങളെയൊക്കെ കാണുമ്പോ മനുഷ്യൻ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സൂക്ഷിക്കണം. ആ, കരവിടെ? ഇപ്പൊ പണമില്ല, വൈകുന്നേരം ചന്തയിൽ വരുമ്പോ തരാം. ശരി, ജംബുവിന് മാത്രമേ ഈ വിട്ടുവീഴ്ച ഉള്ളു കേട്ടോ. ഞാൻ വൈകിട്ട് വരാം. വരണടാ. ഈ പിരിച്ചെടുക്കുന്നതിൽ പകുതിയും കറുപ്പന്റെ വീട്ടിലോട്ടാ കൊണ്ടുപോകുന്നത്. കറുപ്പന്റെ വീട്ടിലേക്ക്? അതേന്നേ, ഈ കറുപ്പന്റെ കെട്ടിയോൾ ഒരു താടയുണ്ട്. അവളിത് മുഴുവൻ ചന്തയെ കൊണ്ട് വിറ്റ് കാശാക്കും. ഞാൻ അവളെ അറിയില്ലല്ലോ. അയ്യോ, അവളെ അറിയാത്തതായിട്ട് ശുചീന്ദ്രൻ ക്ഷേത്രത്തിലെ കൊടിമരം മാത്രമേ ഉള്ളൂ. മൊത്തം എത്രയുണ്ട് കറുപ്പ? 3064. പള്ളിയുടേതോ? എത്രയുണ്ട്? 6000-ന് 18 കുറയും. ഇത്തവണ എന്താ ഇത്ര കുറഞ്ഞു പോയത്? കോട്ടാറ്റും കുളച്ചിലും ഉപ്പ് കയറ്റി അയച്ചതിൽ ബാക്കി പണം കൂടെ ഒന്ന് കിട്ടും. പക്ഷെ അത് ഉപ്പളത്തിലുള്ളവർക്ക് ഓണപ്പടി കൊടുക്കാൻ വേണം. ഒരുത്തിനും ഇപ്പൊ ചില്ലി കാശ് കൊടുക്കണ്ട. ഉടമ്പടി പണം കഴിയാനോട് അടച്ചില്ലെങ്കിൽ ഉപ്പളം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അത് നേരാന്നേ. പേഷ്കാരി സ്വാമി തേരോട്ടം കാണാൻ വന്നപ്പം ഉപ്പളം കൈവശപ്പെടുത്താൻ ചില നാട്ടുകോട്ട ചെട്ടിമാര് അടുത്തുകൂടിയെന്ന് കേട്ടു. ഒന്ന് പോകാൻ പറയടാ. എന്റെ ജീവൻ ഉണ്ടെങ്കിൽ കുത്തേക്ക് ചുടുകാട് വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത് വിറ്റിട്ട് തരാവേ. നീ ഒന്നും തരണ്ടടി. ഭഗവാനി, ഇവന്റെ തലയിൽ ഇടിച്ചേ വീഴണേ. നീ എന്താടി പറഞ്ഞത്? അയ്യോ അയ്യോ. കരം കൊടുത്തവരാരെല്ലാം ഉണ്ട്. അവരെല്ലാം കൊടുത്ത പണം എടുത്തോളൻ. പേടിക്കണ്ട, എടുത്തോളിൻ. നമ്മൾ പിരിച്ചെടുത്ത ചന്തപ്പണം അവൻ പിടിച്ചു പറിച്ച് കച്ചവടക്കാർക്ക് തിരിച്ചു കൊടുത്ത്. അവന്റെ തന്തയുടെ വകയാണോ ചന്തപ്പണം?
ഉപ്പളത്തിൽ ജംബുലിംഗത്തിന്റെ മച്ചമ്പിയും തലപൊക്കിയിരിക്കുകയാണ്. നിനക്കൊക്കെ നാണമില്ലടാ ഇത് പറയാൻ. അവന്റെയൊക്കെ തല കൊയ്തണ്ട് വന്നിരുന്നെങ്കിൽ നിങ്ങളെ ചുടക്കുട്ടികളെന്ന് വിളിച്ചേനെ. അന്നേ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. എടാ വേലു, അടിയൻ ജംബുലിംഗത്തിന് ഈ നാട്ടിൽ കഴിയണമെങ്കിൽ ഇന്ന് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് പണം ഇവിടെ കൊണ്ടുതന്ന് നമ്മുടെ കാല് പിടിച്ച് മാപ്പ് വയ്ക്കാൻ പറയണം. മാടമ്പിയാരാ? പൊന്നു തമ്പുരാനാണോ? കൽപ്പനയിടുമ്പോ ഞാൻ അങ്ങോട്ട് ഓടി വരാൻ. അങ്ങനെ തള്ളി പറയരുത്. അദ്ദേഹം പറയുന്നതിന് അപ്പുറത്ത് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ജീവിക്കാൻ വേണ്ടി അല്ലടോ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്. ജീവിക്കാൻ ഒക്കുമോ എന്ന് നോക്കാനാ. ഈ വാശിയൊക്കെ മറന്നിട്ട് അതുവരെ വരുന്നതാ നല്ലത്. വന്നിട്ട് മേലാൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് മാടമ്പി അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അയാളാണെങ്കിൽ കരപ്രമാണിമാരുടെ യോഗം വിളിച്ചു കൂട്ടാൻ പറ. സർവാക്ഷ്യം വരുമല്ലോ. എനിക്ക് പറയാനുള്ള ഞാൻ അവിടെ പറഞ്ഞോളാം. അണ്ണ സർവാധി മാടമ്പിയുടെ ആളാണ്. പേടിക്കാത്ത പള്ളി. അവിടെ ന്യായം ചോദിക്കാൻ കരപ്രമാണിമാരും ഉണ്ടാവും. ആ തെമ്മാടിയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ പഞ്ചായത്ത് വിധി ഉണ്ടാവണം. എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം. ചന്തപ്പിരിവിനെ കുറിച്ചുള്ള സർക്കാർ ചട്ടങ്ങളാണ് ഈ വരിയോലയിൽ എഴുതിയിട്ടുള്ളത്. ഇതിലെ 9-ാം ഖണ്ഡിക പ്രകാരം തലച്ചുമട്ടുകാരിൽ നിന്ന് കരം ഈടാക്കുവാനേ പാടില്ല. ഈ വരിയോലയിലെ ചട്ടങ്ങളൊന്നും ഗ്രാമത്തിലെ കഴുതകൾക്ക് അറിയില്ല. ഇത് ഞാൻ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതാ. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം. എവിടെയാ അവിടുത്തെ സ്വദേശം? എലിക്കുഴി. കണ്ടപ്പോഴേ തോന്നി. ഒരു സമ്മാനമാണ്. സന്തോഷം. 6 മാസത്തേക്കെങ്കിലും അവനെ ആരുവ മുടി കടത്തണം. ധർമ്മിഷ്ഠനും സ്ഥാനമാനിയുമായ കോയിക്കൽ എരവിപ്പിള്ള മാർത്താണ്ഡപിള്ളയ്ക്ക് കുത്തക ഉടമ്പടി പ്രകാരം സർവാധികാരമുള്ള വടശ്ശേരി ചന്തയിൽ അക്രമിയും താഴ്ന്ന ജാതിക്കാരനുമായ ജംബുലിംഗം ചന്തപ്പിരിവിന് തടസ്സമുണ്ടാക്കുകയും പിരിവുകാരെ കയ്യേറ്റം ചെയ്യുകയും ചന്തപ്പണം കവർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. ആയതിനാൽ കുത്തകക്കാരന്റെ സ്വത്തിനും ജീവനും കുടുംബാഭിമാനത്തിനും സംരക്ഷണം ചെയ്യേണ്ടതും കുറ്റക്കാരനെ ഖണ്ഡിതമായി ശിക്ഷിക്കുകയും മേപ്പടിയാന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് നഷ്ടപരിഹാരം നേടുകയും ചെയ്യുന്നതിന് ഗ്രാമാധികാര പഞ്ചായത്ത് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. ജംബുലിംഗം ഈ കുറ്റങ്ങൾ ചെയ്തത് നേരാണോ? കുറ്റം സമ്മതിച്ചോ? സമ്മതിച്ചു. ഈ വ്യവഹാരത്തിലെ കുറ്റക്കാരനായ ജംബുലിംഗത്തിന്റെ വക അക്കാനിപ്പുരയും കാളവണ്ടിയും കണ്ടുകെട്ടി ലേലം ചെയ്യാനും കുറ്റക്കാരനെ മുക്കാലിൽ കെട്ടി അടിച്ച് ആലുവാമൊഴി കോട്ടയ്ക്കപ്പുറത്ത് നാട് കടത്താനും വിധിച്ചിരിക്കുന്നു. നിർത്തു. ചന്തപ്പിരിവ് സംബന്ധിച്ച് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ചട്ടങ്ങളാണിത്. ഈ വരിയോലയിലെ 9-ാം ചട്ടം വായിക്ക്. ചന്തപ്പിരിവ് എങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. ആരും ശബ്ദമുണ്ടാക്കരുത്. വരിയോല വായിക്കാതെ അധികാരിയെ ഇവിടുന്ന് വിടില്ല. കണ്ണ് കാണാൻ പാടില്ലെങ്കിൽ ഇതാ വെട്ടം. അങ്ങോട്ട് വായിക്കാമാനെ. കീഴ്വഴക്കപ്പെടി തലച്ചുമടിനും വഴിവാണിഭത്തിനും കരം ഈടാക്കാൻ പാടുള്ളതല്ല. എല്ലാവരും ഇരിക്കണം. ഇപ്പൊ എന്ത് പറയുന്നു? ചട്ടം ലംഘിച്ചത് ഞാനാണോ അതോ ഈ മാടമ്പിയോ? മാടമ്പിയെ വിട്ടേക്കരുത്. മാടമ്പിയെ ശിക്ഷിക്കണം. ഞാൻ അറിയാതെ ഈ മൂസ പിരിച്ചെടുത്തതാണ്. അന്നേ നീരാജനം പറയും. അങ്ങനെ പറഞ്ഞു ഒന്നും പറയണ്ട. പാവങ്ങളെ ദ്രോഹിച്ചിട്ട് ഒളിച്ചോടുന്നു. ചീരപ്പലി ഗ്രാമത്തിൽപ്പെട്ടവനാണ്. ചട്ടം സമ്മതിക്കാതെ വിട്ടയക്കില്ല. ആരെ വിളിച്ചാലും ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വരുന്നവരെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ ഒക്കുമോ വള്ളി? ആട്ടെ, മാടമ്പി സൂക്ഷിച്ചിരുന്ന വരിയോല മച്ചമ്പിടയിൽ എങ്ങനെ കിട്ടി? എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വലിയ രഹസ്യമാണ് മച്ചമ്പി. അത്
കരപ്രമാണിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സന്ധ്യ കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ നിന്നിറങ്ങി. ജമ്പുണ്ണ, ജമ്പുണ്ണ. സുഭദ്ര കുഞ്ഞോ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക്? പകലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ. നാലുകെട്ടിലെ ഇരുട്ടിലായതുകൊണ്ട് എന്റെ നിഴൽ പോലും എന്റെ കൂടെ ഉണ്ടാവാറില്ല. തമ്മിൽ കാണാൻ ഒക്കുന്നില്ലെങ്കിലും കഴിഞ്ഞതെല്ലാം ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ഞാനും. വിവാഹ ജീവിതം സുഭദ്ര കുഞ്ഞിന് വെളിച്ചം തരുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. വിവാഹത്തിന് മുമ്പ് തന്നെ എന്റെ എല്ലാ വിശ്വാസങ്ങളും തകർന്നു പോയത് പറയാതെ തന്നെ അറിയാമല്ലോ. എന്നെ ഏതറയിൽ അടച്ചിരുന്നാലും ഇറങ്ങി വരാൻ തയ്യാറായിരുന്നവളാണ് ഞാൻ. അതിലാരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്ത ചുറ്റുപാടിലായിരുന്നു നമ്മൾ. എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. ജമ്പുണ്ണനെ കാണാനാണ് ഞാൻ വന്നത്. എന്നെ കാണാനും? അതെ, ജമ്പുണ്ണൻ പഞ്ചായത്ത് കൂടുന്നിടത്തേക്കല്ലേ പോകുന്നത്? ആ, സുഭദ്ര കുഞ്ഞിന്റെ അച്ഛൻ എന്നെ ഒരു തെമ്മാടിയാക്കി. ജമ്പുണ്ണനെ ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ഇതാ ചന്തക്കരത്തിന്റെ വരിയോല. അച്ഛൻ അറിയാതെ ഞാൻ എടുത്തോണ്ട് വന്നതാ. സുഭദ്ര കുഞ്ഞേ, ഇത് കയ്യിലിരിക്കട്ടെ. 9ാമത്തെ ചട്ടം വായിപ്പിക്കണം. ജമ്പുണ്ണ, ഞാനുള്ളത് വരെ ഈ നാട്ടിൽ നിന്ന് പോകരുത്. അങ്ങനെ ആ വരിയോല എന്റെ കയ്യിൽ തന്നിട്ട് അവൾ പോയി. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ആരുവാമൊഴി കോട്ടയ്ക്ക് അപ്പുറത്തായിരുന്നേനെ. അപ്പോൾ സുഭദ്രയാണോ അണ്ണനെ രക്ഷിച്ചത്? അതെ. ആ പെൺകൊച്ചി ഈ പരമദ്രോഹിയുടെ മകളായിട്ട് ജനിച്ചു പോയല്ലോ. സത്യം പറ, എന്റെ അലുമാരിരുന്ന വരിയോല അവന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? പറയടി. ഞാനാണ് എടുത്തു കൊടുത്തത്. എത്ര തെണ്ടികളുടെ മുമ്പിലാണ് ഞാൻ തലകുനിക്കേണ്ടത് നിനക്കറിയാമോ? ചെയ്യരുതാത്തത് ചെയ്താൽ തലകുനിക്കേണ്ടി വരും. നീ എന്തു പറഞ്ഞു? നിന്റെ തല ഞാൻ വെട്ടും. ഒരേ ഒരു പെങ്കൊച്ചുള്ള താഴെയാത്തത് നിങ്ങൾക്ക് മതിയായില്ലല്ലേ? എന്നെ തോൽപ്പിക്കാൻ ആരും തുനിയും കടി. നിങ്ങൾ തോൽക്കണ്ട. പക്ഷെ ഭർത്താവ് മരിച്ചിട്ട് 1 വർഷം അവളെ തിരുവട്ടാറ്റിൽ നിർത്തിയത് എനിക്ക് അവളെ ജീവനോടെ കാണാൻ വേണ്ടിയാണ്. ഇപ്പോഴിങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് അവളെ ഇവിടിട്ട് കൊല്ലാൻ വേണ്ടിയല്ല. ഞാൻ പോവില്ല. ആദ്യം നിങ്ങൾ എന്നെ കൊല്ല്, എന്നിട്ട് എന്ത് വേണമെങ്കിലും അയക്കൂ. അങ്ങനെ അങ്ങാടി തോറ്റു എന്തിനാ അമ്മയുടെ പേർക്ക് കയറുന്നത്? പഞ്ചായത്തിൽ വെച്ച് അങ്ങനെ മാനം കെടുത്തിയ ആ എരപ്പാളികളില്ലേ, അവനെയൊക്കെ നക്ഷത്രം വന്നിക്കാൻ നമുക്ക് വഴി നോക്കാം. അങ്ങനെ വന്നാട്ടെ, വന്നാട്ടെ. നിന്റെ കുടിൽ ആദ്യം പൊളിക്കാനാണ് കൽപ്പന. പൊന്നോടെയൊരെ കുടിൽ പൊളിച്ചാൽ അടിയങ്ങൾ എങ്ങോട്ട് പോകും? അന്തി ഉറങ്ങാൻ ആകെയുള്ളത് ഈ കൂരയാ. ആ, ഇന്ന് മുതൽ നാട്ടുവഴിയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാ മതി. പ്രായം തികഞ്ഞു നിൽക്കുന്ന ഈ പെങ്കൊച്ചിനെയും കൊണ്ട് നാട്ടുവഴിയിൽ എങ്ങനെ കഴിയും? ആ, എന്നാ എന്റെ കൂടെ അയച്ചേക്ക്, ഞാൻ കിടത്തിക്കോളാം. താനെന്താ പറഞ്ഞതാ? അരുത് മുത്തയ്യ, ഈ വീട്ടുമുറ്റത്ത് വെച്ച് വഴക്കുണ്ടാക്കരുത്. നമ്മൾ പാവങ്ങളാ, എതിർക്കാൻ നമുക്കിന്ന് ശക്തിയില്ല. നാളെ നീയൊക്കെ അങ്ങ് വിഴുങ്ങിക്കളയുമായിരിക്കും. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കയറി പൊളിക്കണടാ. നിർത്തിൻ. ആരാടാ കുടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്? ഞങ്ങൾ മാടമ്പി അദ്ദേഹത്തിന്റെ വേലക്കാരാണ്. ഞങ്ങളോട് കൽപ്പിച്ച പടി ചെയ്യാൻ വന്നേ ഉള്ളൂ. തലമുറകളായി മലയോരത്ത് കഴിയുന്നവരാണിവർ. ഇവരെങ്ങനെ ഇറക്കി വിടുന്നത് നീതിയാണോ? മച്ചമ്പി, ഇവന്മാരോടൊന്നും നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആരൊക്കെയാടാ കുടിൽ വിളിക്കാൻ വന്നിരിക്കുന്നത്? ചുടയുണ്ടെങ്കിൽ മുന്നോട്ട് പാടാ. അയ്യോ, ജമ്പൂളിനെ വരുത്താൻ ഞങ്ങൾ പൊളിക്കത്തില്ല. വേലിയിരിക്കുന്ന പാമ്പിനെടുത്ത് ആരെങ്കിലും കരുത്തി വെച്ചിട്ടോ? ഞാനാണെ കഷായം കുടിച്ചോണ്ടിരിക്കാം. ആരാണ് അത് വിളിച്ച് താഴെയിട്ടത്? ഞാനെടുത്ത് വെച്ചേക്കാം. ചെമ്പു, 1-ന് 10 ഇവന്മാര് പോയി മാടമ്പിയോട് പറയും. അദ്ദേഹം പോലീസിനെ വിളിപ്പിക്കും. ഈ പാളയവും പൊളിപ്പിക്കും. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും? അത് നമുക്ക് മാടമ്പിയോട് തന്നെ ചോദിച്ചു കളയാം. മലയോരത്തിന് ആടിന് മേയ്ക്കാൻ പാടില്ലെന്നാണ് കൽപ്പനയെങ്കിൽ മാടമ്പിയുടെ വീട്ടുമുറ്റത്ത് മേയ്ക്കാം. ചിരപ്പെണ്ണ എല്ലാ ഇടയന്മാരെയും ആട്ടുംപറ്റങ്ങളെയും വിളിക്കും. ആ മുനിയാണ്ടി, ഇരുളപ്പ, വീര
ഇവരെല്ലാം കൂടെ എങ്ങോട്ടാ? ഇങ്ങോട്ടാണെന്നാ തോന്നുന്നത്. പോയി പഠിപ്പിലടയ്ക്കടാ. മുത്തയ്യ ചവിട്ടി തുറക്കടായി വാതിൽ. അയ്യോ വേണ്ട, നമ്മൾ ചവിട്ടി തുറന്ന പരാതിയാവും. അപ്പാ ഞാൻ തുറപ്പിച്ചു തരാം. മണിയാ വാടാ. മണിയ, ആ മതിൽ കണ്ടോ? അത് ചാടിക്കിടന്ന് അകത്ത് പോയി വാതിൽ തുറക്കണം. പോ. അടിച്ചു വരക്കണവനെ. മണിയനാടും കിണിയനാടും ഇവിടെ ഉണ്ട്. ഈട് മേടിക്കാത്തവരുടെ മുന്നോട്ട് വന്നാൽ മതി. എന്താ ഇത്? ആട്ടും പറ്റത്തെ അടിയങ്ങളുടെ അമ്മയുടെ നെഞ്ചത്ത് അടിച്ചു കയറ്റാനല്ലേ കൽപ്പിച്ചത്? അവിടെ സ്ഥലമില്ലേ, അതുകൊണ്ടാ ഇങ്ങോട്ട് അടിച്ചു കയറ്റിയത്. ജംബു, ഇവിടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ജീവിക്കാൻ സമ്മതിക്കാത്ത ഞങ്ങളല്ല, നിങ്ങളാണ്. കുതിരകൾ പൊളിച്ചവർ ഇറക്കി വിടാൻ ആളെ അയച്ചത് നിങ്ങളല്ലേ? അതെ, എന്റെ സ്ഥലത്ത് നിന്ന് ആരെ എപ്പോ വേണമെങ്കിലും ഇറക്കി വിടാൻ എനിക്ക് അവകാശമുണ്ട്. ഒരു സൂചി കുത്താൻ പോലും സ്വന്തമായ സ്ഥലമില്ലാത്ത ഞങ്ങൾ എവിടെ പോവും? എവിടെയെങ്കിലും പോയി തൊലയിടാ. അങ്ങനെ പോകാൻ ഇവർ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. ചിരപ്പെണ്ണ ആടുകൾ അടിച്ചു വീട്ടിലേക്ക് അകത്ത് കയറ്റി. വലിയ വീടാണ്, ധാരാളം സ്ഥലമുണ്ട്. ചിരപ്പ അരുത്, അരുത്. പിന്നെ അടിയങ്ങൾ എന്ത് ചെയ്യണം? പറ. നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിടത്ത് തന്നെ കഴിഞ്ഞോളൂ. അവിടെ നിന്ന് ഇനി ഇറക്കി വിടുമോ? ഇല്ല. കുടിൽ പൊളിക്കുമോ? ഇല്ല. കര കുടിശ്ശേക്ക് ഇനി ആടുകളെ പിടിച്ചുകൊണ്ട് പോകുമോ? ഇല്ല, ഇല്ല, ഇല്ല. പോരെ. ചിരപ്പെണ്ണ, ഈ വലിയ വീട്ടിൽ കിടന്നാൽ നമുക്ക് ഉറക്കം വരില്ല. നമുക്ക് നമ്മുടെ കൊച്ചുപൂര മതി. എല്ലാരും വരണം. തലമുറകളായി സമാധാനമായിട്ട് കഴിഞ്ഞൊരു ഗ്രാമമാണിത്. ഇവിടെ ഇപ്പോഴീ കുഴപ്പങ്ങൾക്ക് എന്താണ് കാരണം? യമാനെ, പണ്ടുള്ള മാടമ്പിമാർ മനുഷ്യപ്പറ്റുള്ളവരായിരുന്നു. പാവപ്പെട്ടവന്റെ വിശപ്പും ദാഹവും അവർ മനസ്സിലാക്കിയിരുന്നു. പിടിച്ചു പറയാണ് ഏമാനെ ഇന്ന് ഇവിടെ നടക്കുന്നത്. എത്ര നാളുകളുടെ സഹിക്കും? ഏമാനെ, ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണിത്. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണം. ഊന്തമ്പിള്ളേ, എവന്റെ എല്ലാം അടിമയായിട്ട് ഞാൻ ഈ നാട്ടിൽ ജീവിക്കില്ല. നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വേറെ വഴിയറിയാം. അങ്ങത്തെ ഞങ്ങളും അടിമകളല്ല. രണ്ട് ഭാഗക്കാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നാട്ടിൽ സമാധാനം നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. ഇവന്മാരുള്ളിടത്തോളം കാലം ഈ നാട് ഗതി പിടിക്കില്ല മൂന്തമ്പിള്ളേ. ഞങ്ങളില്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഒരു മണി നെല്ലോ ഒരു തരി ഉപ്പോ നിങ്ങൾക്ക് വിളയിക്കാൻ പറ്റുമോ? അതിന് ചങ്കുളുക്കും. മറ്റുള്ളവർ മനുഷ്യരാണെന്നെങ്കിലും കരുതണ്ടേ ഏമാനെ? നിങ്ങളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ വഴക്ക് ഇവിടെ അവസാനിപ്പിക്കണം. നീതി ആരുടെ ഭാഗത്താണെന്ന് നോക്കിയിട്ട് ഏമാൻ ഇഷ്ടം പോലെ ചെയ്യണം. മൂന്തൻ പിള്ളയിട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഊരിക്കാനും തിരിച്ചു വാങ്ങിക്കൊടുക്കാനും ഞാൻ തെക്കേ കൊട്ടാരം വരെ ഒന്ന് പോയാൽ മതി. നിങ്ങൾ തെക്കേ കൊട്ടാരത്തിൽ എത്തിയില്ലെങ്കിലോ? നിർത്തൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നേരിട്ട് ചോദിക്കാൻ പോകണ്ട. ഞങ്ങൾ അങ്ങോട്ട് വഴക്കിന് പോകില്ല ഏമാനെ. വന്നാൽ വിടുകയുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കും. ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. പോരെ? നിങ്ങൾ എല്ലാവരും പോയിക്കൊള്ളൂ. മൂന്തമ്പിള്ളേ, നിങ്ങൾക്ക് ഞാനാണോ അതോ ആ എരപ്പാളികളാണോ വലുത്? ക്ഷമിക്കണം, എനിക്ക് നീതിയാണ് വലുത്. ആ, നിങ്ങൾ ഇടയത്താവളത്തിൽ നിന്ന് പേടിച്ചോടിയെന്ന് കേട്ടല്ലോ. ഞങ്ങളോ? എടേ, ഈ നാഞ്ചനാട്ടില് ഞങ്ങളെ കണ്ട് പേടിച്ചോടുന്നവരെ ഉള്ളടേ. എന്താടി? എന്റെ ചെവിയിൽ ഒരു വണ്ട് കയറിപ്പോയി. ചെവിക്കകത്ത് എങ്ങനെയാടി ഞണ്ട് കയറുന്നത്? ഞണ്ടല്ല, ആ? വണ്ട്. എന്നിട്ട് പോയോ? ആ, പോയി. സൂക്ഷിക്കണം, അത് വഴി കാണുന്നിടത്തെല്ലാം അരിച്ചു കയറിക്കളയും. കറുപ്പാ,
നീയും നിന്റെ വീട്ടുകാരിയും നന്നായിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അത് പിന്നെ പതുക്കെ പറയണോ? കരക്കുടിശ്ശേക്ക് പിടിച്ചുകൊണ്ട് വന്ന ആടിനെ ദാ പറമ്പേ കെട്ടിട്ടുണ്ട്. നീ ചെന്ന് ഇപ്പൊ ആടിനെയും പിടിച്ചോണ്ട് മാളിയെ പോകാൻ എന്നെ കൊണ്ട് ഒക്കൂല്ല. ആദ്യം നിന്ന് 2 എണ്ണത്തിനെ പിടിച്ചോണ്ട് വന്ന് ഇവൾക്ക് കൊടുക്കാനാ പറഞ്ഞത്. ആ ദേ ഇപ്പൊ തന്നെ പിടിച്ചോണ്ട് വന്നേക്കാം. അയ്യോ, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനോ? ഒറ്റയ്ക്കാ മതി. പറഞ്ഞൊന്നും കൂട്ടില്ലടി. അങ്ങോട്ട് എന്നിരുന്ന് പേടിക്കാതെ ഒഴിച്ചു കൊടുക്കടി. അന്നോ ചുമ്മാ കഴിക്കേ. ിന് മുമ്പ് ഒരേ ഒരു കാര്യം സാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ആ ഇൻസ്പെക്ടറുടെ കിന്നരി തലപ്പാവ് എന്റെ തലയിൽ ഒന്ന് വെക്കണം. അതെ, എപ്പോ വേണമെങ്കിലും സാധിക്കാമല്ലോ. അതെങ്ങനെയാടാ മേൽക്കയറ്റം കിട്ടാതെ ആ തൊപ്പിയെ തൊടാനും? ആശാൻ എന്തോ ഈ പറയുന്നേ? ഏമാൻ സ്റ്റേഷൻ ഇല്ലാത്തപ്പം തൊപ്പി അടിച്ചാൻ കൈ തരാം. ആശാൻ വീട്ടിൽ കൊണ്ടുവന്ന് തലയെ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ആശാനി ഒരുത്തിന് 2 ആട്ടിനെ കൊണ്ട് വരുന്നുണ്ടോ? അതിന്റെ കരച്ചിൽ കേട്ടാൽ അറിയാം എവിടുന്നോ അടിച്ചുകൊണ്ട് വരികയാണെന്ന്. നീ വാ. ആശാൻ ഓടിയോ? അവിടെ പിടിക്കണു. ആടിനെ കണ്ടോണ്ട് വരും. അങ്ങോട്ട് വെക്കൂ. പെട്ടെന്നാട്ടെ. അകത്തിട്ട് പിടിക്കാവണം. അയ്യോ കാല്. ഇവിടെ ആരെങ്കിലും ഒരു ആടിനെയും കൊണ്ട് വന്നോ? ഈ വീടിനകത്തോ? ഇവിടെ അങ്ങനെ കയറി ആർക്കും ചങ്കൂറ്റുണ്ടാവില്ല. ദൈവാധീനം. എപ്പോഴും ആളുകൾ കയറാന്ന് വിടായതുകൊണ്ടാ ചോദിച്ചത്. ആശാനെ മാറിക്കണേക്കട്ടെ. മാറാ. എടാ മാറിക്കേ. മാറാ. ആശാനെ മൂലേ നോക്ക. ആട് അയ്യോ ഇതെന്താ? വെള്ളിയാഴ്ച തോറും ഭദ്ര ശരീരത്തിൽ കയറി ഇങ്ങനെ തുള്ളാറുണ്ടേ. വേണം. എനിക്ക് വിരുതിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആളെ പിടിക്കാൻ ആരാണ് വന്നിരിക്കുന്നത്? അയ്യോ ഭദ്രാമേ, അടിയങ്ങൾ വെറുതെ വന്നതാണേ, ക്ഷമിക്കണേ. എന്റെ ആടിനെ തൊടുവാണ്. അയ്യോ ഇല്ലെന്ന് കാല് പിടിച്ച് പറഞ്ഞേ. തൊട്ടാൽ രണ്ടിന്റെ തൊപ്പികൾ തെറിപ്പിക്കും. വളച്ചുകൊണ്ടുവരെ പെരുമാറണ്ട. പഞ്ചായത്തിന്റെ തീരുമാനം. ചന്തപ്പണം തന്നിട്ടകത്ത് പോയാൽ മതി. തലച്ചുമടിന് തിരിവില്ലല്ലോ. ഇതാണ് തലച്ചമട്. നോക്കട്ടെ. ഓഹോ, അപ്പൊ നീ പിരിവ് തരാതിരിക്കാൻ വേണ്ടിയാണ് ആടിനെ തലയിൽ ചുമന്നുകൊണ്ട് വന്നിരിക്കണം അല്ലേ? എടീ ബിലീസ്, നിന്നെ നമ്മൾ സമ്മതിച്ചിരിക്കണം. പോയി 2 പോത്തിനെ കൂടി തലയിൽ ചുമന്നുകൊണ്ട് വാടി. ചുമ്മാ ഇരി മൂസാക്കുട്ടി. എടുത്തോണ്ട് പോയി. മൂസാക്കുട്ടി, ഞമ്മടുത്ത് കൊഞ്ചാനും കൂടെയൊന്നും വരുന്നിട്ടാ. മൂസാക്കുട്ടി. നീ കൊഞ്ചരുത്. നമ്മൾ അത്രക്കാരൊന്നും അല്ല. ചുമ്മാ ഇരി. ഇത് ഏപ്പലത്തെ ആടാണല്ലോ. നീ വളർത്തിയത്. നിന്റെ കെട്ടിയവനെ എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട്. ഈ ആട് ഇവളുടേതാണെന്ന് ഇവള് പറയുന്നു, ഇവളുടേതാണെന്ന് ഇവളും. ഓഹോ, അപ്പൊ അവകാശ തർക്കം അടികലശലായതാണല്ലേ? ഈ ആട് ആരുടെ ആടി? എന്റെ ആടാ. 2 പേർക്കും കൂടെ ഒരാടോ? ആട്ടെ. ആട് വിചാരണ ഇവിടെ വെച്ച് വേണ്ട. പൊതിയനെ ശ്രദ്ധിക്കുന്നു. നമുക്കൊന്നും തടയില്ല. അത് ശരിയാ. നടക്കണടി. നടക്കട്ടെ. എടി നടക്കാൻ. നില്ലടി അവിടെ. മാറിക്കടി. ആശാൻ, ആടിനെ പങ്കിക്ക് തന്നെ കൊടുത്തേ. അതെന്തിലാടോ? കൊടുത്തില്ലേ ചിലപ്പോ അവൾ ഇനിയും തുള്ളും. നമ്മുടെ ചോര വേണമെന്ന് പറയും. അത് നേരാ. ഇടയ്ക്ക് വരട്ടി വിട്ടേക്കാം. എടീ, നിന്റെയാണോ ആട്? അതെ. എന്നാ ആ ആടിനെ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിരിക്കുന്നു. മര്യാദക്ക് സ്ഥലം വിട്ടു. എന്റെ ആടിനെ കിട്ടാതെ ഞാൻ പോവില്ല. നീ പോകത്തില്ലേ? അടിച്ച് നിന്റെ എല്ലൊടിച്ചോളി. മണിയാ!
ചന്തപ്പിരിവ് ആപ്പാട് ഇത്രേ ഉള്ളടാ. അതെ അങ്ങനെ നീ എന്നെ എടുക്കുന്നു. നമ്മളോട് എന്തിനാ തട്ടിക്കയറുന്നത്? പഞ്ചായത്ത് കൂടി ഇപ്പൊ തലച്ചുമട്ടുകാരോട് മേലെ പിരിവ് നടത്തൂലെന്ന് അങ്ങനല്ലേ സമ്മതിച്ചത്? ഞാൻ അങ്ങനെ പലതും പറയും, അത് നീ അറിയണ്ട. നീ നിന്റെ ജോലി പതുപോലെ ചെയ്തണ്ടാ മതി. നായിക്ക് 40 വട്ടം ബാക്ക് മാറ്റി പറഞ്ഞാല് നാട്ടുകാർ നമ്മുടെ വാപ്പാക്ക് വിളിക്കും. ചത്തുപോയ തന്തയെ പറ്റി ആരെങ്കിലും കണ്ട് തെരി പറഞ്ഞ നിനക്കെന്താണ്? നമുക്ക് പണം കിട്ടിയാ പോരെ? അത് നിങ്ങൾ പഠിച്ച പാഠം. അങ്ങനെ അങ്ങനെ പറയും പോലെ ഒരയ്ക്കാനും ബാലാട്ടനും നമ്മളെ കിട്ടൂല. ഹോ, നീ ആരാടാ? കൊച്ചി രാജാവിന്റെ ദളവയോ? നമ്മൾ എരപ്പാളി തന്നെ. ഏതവനായാലും ഞാൻ പറയുന്നത് കേൾക്കുന്നവൻ എന്റെ കൂടെ നിന്നാ മതി. എന്ന അങ്ങുന്നതിനോട് ഞമ്മക്ക് ഒന്നേ പറയാനുള്ളൂ, ശാന്തപ്പണം കുറവാണെങ്കിൽ നമ്മുടെ ശമ്പളത്തിന് പിടിച്ചോളി. എന്താണ് തൂങ്ങി നിൽക്കുന്നത്? ഈ ഉപ്പ് മുഴുവൻ ആലപ്പുഴയ്ക്ക് അയക്കേണ്ടതാ. മെയ്യങ്ങി പണിയടാ. അപ്പൂപ്പ കഞ്ഞി മതിയായോ? മതി മക്കളെ. വീട്ടിൽ ഉപ്പ് തീർന്നു പോയി. അമ്മ പറഞ്ഞോ കുറച്ച് ഉപ്പ് തരാൻ. ഇപ്പൊ തരാം മക്കളെ. പട്ടാപ്പകലും മോഷണം. അയ്യോ, ഞാൻ മോഷിച്ചല്ലേ, വീട്ടിലെ കുറച്ച് ഉപ്പെടുത്തതാ. ആരോട് ചോദിച്ചാടാ? ഇതിന്റെ തന്തയുടെ വകയാണ്. പളവയുടെയും തന്തയുടെ വഴി അല്ലല്ലോ. നിനക്ക് ഉപ്പ് വേണമല്ലേ? ഞാൻ തരാവടാ. തിന്നേ തിന്നേ തിന്നേ. വരും. നിന്നെയല്ല, എന്നെയാണ് അവൻ ഉപ്പ് തെറ്റിച്ചത്. ഇതിൽ കൂടുതൽ അവമാനം ഇനി വരാനില്ല. റാണാവിൽ പരാതിപ്പെട്ടിട്ട് ഇനി കാര്യമില്ല. നിനക്ക് ധൈര്യം ഉണ്ടാടാ? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. നേരെ പൊന്നകന്റെ വീട്ടിൽ പോ. അവന്റെ പുരയ്ക്ക് തീ വയ്ക്ക്. അതിനകത്ത് കിടന്നെല്ലാരും കാപ്പി കരി ചാമ്പലാവണം. എന്തു വന്നാലും ഞാൻ ഏറ്റു. പോ. ചന്ദന മരം വെട്ടി ചതുരത്തിൽ പടി കൂട്ടി പടിമേലിരുന്നുണ്ണി ചാഞ്ചാട്. ആ മോനെ, നിന്റെ അച്ഛനും മാമനും വന്നടാ. ജമ്പുലിംഗവും പൊന്നയിനും എവിടെടി? അവര് ശുചീന്ദ്രത്ത് പോയിരിക്കുക. നീയും നിന്റെ കുഞ്ഞും ഈ കുടിലിൽ കിടന്ന് കത്തിയരിയണം. അവര് വരുമ്പം നിന്റെ ചാമ്പൽ പോലും കാണുക. അയ്യോ, ഇത് ജമ്പുവിന്റെ വീടാണല്ലോ കത്തുന്നത്.
മുത്തുച്ചാമി ഓടി വായോ. എന്റെ വള്ളിയും പോരും പോയല്ലോ. കരയാതെ പുന്നയ്യ, വേലാൻകുട്ടമ്മ നമ്മളെ ചതിച്ചതാ. ഈ മായം പിടിച്ചത് എങ്ങനെ വന്നെന്നാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. ജമുന, 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 ഈ വീടിന് തീ പിടിച്ചതല്ല, പളനിയും കൽപ്പനയും കൊണ്ട് ആ മാറമ്പി തീ വെപ്പിച്ചതാണ്. അതെ, ദേ എന്നിട്ട് കള്ളും കുടിച്ചിട്ട് അവന്മാര് കാവാണ്ടി കയറി പോകുന്നു. മച്ചമ്പി വരിൻ. പിടിച്ചോട്ടെ, അനങ്ങിപ്പോകരുത്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പുറത്തു വയ്ക്കുള്ളിൻ. പോകാൻ എത്ര പരിവാരങ്ങളെ വിളിച്ചു കൂട്ടിയാലും നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ 4 കെട്ടിനകത്തിട്ട് തീ കൊളുത്താതെ ഞങ്ങൾ പോകയില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എടോ മൃഗമേ, എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നീ ജീവനോടെ തീ കൊളുത്തി കൊന്നില്ലേടാ. ഞാനോ? നിന്റെ അവസാനമാണടാ ഇന്ന്. നീയും നിന്റെ കുടുംബവും ഒന്നോടെ ചാമ്പലാകണം. ജംബോ, അയ്യോ, നീ ഒളിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്റെ കൂടപ്പിറപ്പിന്റെയും കുഞ്ഞിന്റെയും ജീവൻ തിരിച്ചു തരാൻ നിന്നെ കൊണ്ട് കഴിയുമോടാ? ഇനിതിയിൽ പിടഞ്ഞു മരിച്ചവരുടെ വേദന നീ വരണമടാ. മറ്റമ്പി കുളുത്തേൻ. ആരപേക്ഷിച്ചാലും ഇത് ചുട്ടരിക്കാതെ ഞങ്ങൾ പോവില്ല. വേളിമലയേക്കാൾ ഉയരത്തിൽ ഈ മാളികക്കെട്ട് കത്തിയെരിയണം. ഞങ്ങൾ മഴ വിട്ടാൻ വന്നതാണ്. നിങ്ങൾ എന്റെ ഭർത്താവിനെ പോലെ മനുഷ്യത്വമില്ലാത്തവരാണോ? ഞങ്ങളെ മനുഷ്യല്ലാതാക്കിയത് ഈ നിൽക്കുന്ന പിശാചാണ്. ഇവന്റെ അന്ത്യം കാണാതെ ഞങ്ങൾ ഇവിടെ പോവില്ല. ജമ്പുണ്ണ, എന്റെ ഈ കുഞ്ഞിനെ കരുതിയെങ്കിലും ഈ വീടിന് തീ വയ്ക്കരുത്. എന്റെ അച്ഛൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്റെ അപേക്ഷ നിങ്ങൾ കേൾക്കില്ലേ? വരൂ മച്ചമ്പി. സുഭദ്ര കുഞ്ഞിന്റെ കയ്യിൽ നമ്മുടെ മോൻ എങ്ങനെ വന്നു? എനിക്കും ഒരു പിടിയും കിട്ടുന്നില്ല. രഹസ്യമായി പോയോ എന്ന് അന്വേഷിച്ചാലോ? ഇപ്പൊ വേണ്ട. മോൻ സുഭദ്രക്കുഞ്ഞിന്റെ കയ്യിലല്ലേ. സ്വന്തം ജീവനേക്കാൾ ഭദ്രമായി അവൾ അവനെ നോക്കിക്കൊള്ളും. ആരാത്? വേലു വന്നേ. എന്താ? സുഭദ്ര കുഞ്ഞൊരു കുറിയോല അയച്ചു. ഇത് ഞാനാ കൊണ്ട് തന്നതെന്ന് മാനമ്പത്തിൽ അറിഞ്ഞാൽ എന്റെ തല പോവും. ഞാൻ പോകുന്നു. ശരി. ജംബോണ്, എന്റെ കയ്യിൽ നിങ്ങൾ കണ്ടത് വള്ളിയുടെ കുഞ്ഞാണ്. ഇന്ന് 7:30 വെളുപ്പിന് മുളങ്കാവിൽ വരണം. കുഞ്ഞിനെ ഞാനിവിടെ കൊണ്ടുവരാം. ഈ കുഞ്ഞിന് മറ്റൊരു ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ മോനെ എങ്ങനെ രക്ഷിച്ചു? ഉപ്പളത്തിലെ സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛന് കലി കയറി. നിങ്ങളുടെ വീട് തീ കൊളുത്താൻ അച്ഛൻ പളനിയോട് പറയുന്നത് ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടു.
ഈ കുഞ്ഞേതാണെന്നാ ചോദിച്ചത്? എന്റെ കുഞ്ഞാണ്. നിന്റെ കുഞ്ഞോ? അതെ. ഇതുവരെ ഇല്ലാത്ത കുഞ്ഞ് ഇപ്പൊ എവിടെ നാടി ഉണ്ടായത്? പരമേശ്വരൻ ചേട്ടൻ മരിക്കുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അമ്മാവന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പ്രസവിച്ചു. എന്റെ ഭർത്താവിനെ കൊന്നതുപോലെ എന്റെ കുഞ്ഞിനെയും അച്ഛൻ കൊന്നുകളയുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് കുഞ്ഞിനെ അമ്മാവന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. നേരാണോടി ഇവൾ പറയുന്നത്? അവള് പറഞ്ഞതെല്ലാം സത്യമാണ്. അച്ഛാ, എന്റെ കുഞ്ഞിനെ കാണാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആളയച്ച് അവൻ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവനെ ഇവിടെ വളർത്താൻ അനുവദിക്കില്ലെങ്കിൽ അച്ഛൻ ഇവനെയും ചവിട്ടി കൊല്ലണം. എടുത്തോണ്ട് പോയി എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെയാണ് എരുതിക്കുള്ളിന്ന് ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത്. വള്ളിയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ തലമുറ മുഴുവൻ സുഭദ്ര കുഞ്ഞിനോട് കടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു കാലത്ത് ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ചിരുന്ന കടമകൾ ഇന്ന് ഈ കുഞ്ഞിലൂടെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞല്ലോ. അത് മതി. സുഭദ്ര കുഞ്ഞെ, എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരം വിളിക്കാറായി. ഇനി കുഞ്ഞു പോയിക്കൊള്ളൂ. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ അമ്മയില്ലാത്ത ഈ കുഞ്ഞിനെ എന്റെ മകനായി ഞാൻ വളർത്തിക്കൊള്ളാം. സുഭദ്ര കുഞ്ഞെ, ആ നാലുകെട്ടിനകത്ത് ഇവനൊരാപത്തും വരാതെ പൊന്നുപോലെ ഞാൻ കാത്തു സൂക്ഷിച്ചോളാം. നിങ്ങൾക്കിവനെ എപ്പോ കാണണമെന്ന് തോന്നിയാലും മാലയെ രഹസ്യമായി പറഞ്ഞയച്ചാൽ മതി. ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. എന്നെ വിശ്വാസമില്ലേ? മച്ചമ്പി, ഞാൻ വരട്ടെ. എന്താ മാനെ, എന്ത് വേണം? നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? അത് ഠാണാവിൽ ചെന്നിട്ട് പറയാം. പോരാ, കുറ്റം എന്താണെന്ന് ഇവിടെ വെച്ച് തന്നെ പറയണം. നിങ്ങൾ മാടമ്പിയുടെ വീട് തീവെക്കാനും കൊള്ളയടിക്കാനും ശ്രമിച്ചില്ലേ? ഞങ്ങളുടെ വീടാണ് അയാൾ തീ വെച്ചത്. എന്റെ സഹോദരി അയാൾ കൊല്ലുകയും ചെയ്തു. ജംബിലിംഗം, ഞാൻ നിയമം നടത്താൻ വന്നിരിക്കുന്ന പോലീസ് അധികാരിയാണ്. എന്നെ അനുസരിക്കുന്നതാണ് നല്ലത്. വിലങ്ങ് വയ്ക്കൂ. എന്റെ ഭഗവതി, എന്തൊരു അന്യായമാണ്. നടക്കാം. എന്തായത്? മാടമ്പിയുടെ വീട് തീ വെക്കാൻ പോയാൽ യമൻ വന്നവരെ കയ്യാമം വെച്ചോണ്ട് പോയി. ഇല്ല, ഇത് അനീതിയാണ്. ഇത് സമ്മതിക്കാൻ പാടില്ല. ഞങ്ങളെ കൊണ്ടിട്ടുകൊണ്ടിരിക്കുള്ളൂ.
നഷ്ടപ്പെട്ട ആ തോക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. റപ്പേലെ, എന്താ ഇതൊക്കെ? പോലീസിനെ പേടിച്ച് വന്നവരാണിച്ചോ ഇവരെല്ലാം. ചെമ്പുലിംഗത്തിന്റെ വീടിന് തീ വെച്ചു. അയാളുടെ സഹോദരിയും കുഞ്ഞിനെയും മാടമ്പി ചുട്ട് കരിച്ചു കൊന്നു. മൈ ഗാഡ്. മാടമ്പിയുടെ പക്ഷം ചേർന്ന് പോലീസ് ജമ്പുലിംഗത്തിനെയും പൊന്നയ്യനെയും പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ എതിർത്തു. പോലീസ് വെടിവെച്ചു. എല്ലാവരും പേടിച്ച് വീട് വിട്ട് ഓടിയിരിക്കുകയാണ് അച്ചു. നിങ്ങൾ സമാധാനമായിരിക്കൂ. ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത്. സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ പോയത്. അതിനിടയിൽ ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഏതായാലും നിങ്ങൾ വീടുകളിലേക്ക് പോകും. ഇവിടെ നീതിയും സമാധാനവും സ്ഥാപിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ബ്രദർ സ്റ്റീഫൻ, ഫാദർ, ഈ കുട്ടികളെ വിളിച്ചുകൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കും. യെസ് ഫാദർ. കമോൺ സിസ്റ്റർ. ഇൻസ്പെക്ടർ, ഇവരോടൊന്ന് സംസാരിക്കാൻ പോലും ഞങ്ങളെ അനുവദിക്കില്ലേ? ഇല്ല, പറയാനുള്ളത് എന്നോട് പറഞ്ഞാലും മതി. നിങ്ങളെ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇപ്പൊ ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാം എനിക്കറിയാം. നിങ്ങൾ ജനസേവനത്തിന് വന്നവരാണെങ്കിൽ അത് നോക്കിയാലും മതി. നിയമം കൈകാര്യം ചെയ്യാൻ ഞങ്ങളുണ്ട്. നീതിക്കും സമാധാനത്തിനും വേണ്ടിയാണ് നിയമം കൈകാര്യം ചെയ്യേണ്ടതെന്ന കാര്യം നിങ്ങൾ മറന്നുപോയി. നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനൊരു അറസ്റ്റ് ചെയ്തത്. നോ, ഒരു ധനികനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കറിയില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇവരെ അറിയാം. രാപകൽ പാടുപെട്ട് ജീവിക്കുന്ന പാവങ്ങളാണിവർ. അധ്വാനിക്കുന്നവരെ അടിച്ചമർത്താൻ നോക്കിയ ഒരു ശക്തിയും ലോകത്ത് നിലനിന്നിട്ടില്ലെന്ന് ഇൻസ്പെക്ടർ ഓർമ്മിക്കണം. നിങ്ങൾ എന്നെ കൂടുതൽ ശല്യപ്പെടുത്തിയാൽ ഞാൻ ഇന്ന് തന്നെ പൊളിറ്റിക്കൽ ഏജന്റിന് എഴുതും. ഭയപ്പെടുത്തണ്ട. ഞങ്ങൾ ചാരപ്രവർത്തനത്തിന് വന്നവരല്ല. സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇവിടുത്തെ സാധുക്കളുടെ ഇടയിൽ സേവനത്തിന് വന്നിരിക്കുന്നത്. കമോൺ ഫാദർ. എന്താടാ, ഇന്ന് നമ്മുടെ ചന്തയിലോട്ട് ഒരു ഈച്ച പോലും കയറിയിട്ടില്ല. കാരണം നമ്മൾ അന്യായ പിരിവ് നടത്തണോണ്ട്. ഞാൻ പിടിച്ചിരിക്കുന്ന ചന്തയിൽ എന്റെ ഇഷ്ടം പോലെ പിരിക്കൂടാ. ആള് വരാതെ ഏത് കോനാച്ചൂട് പിരിക്കാനാകുന്നേ അടിയൻ. പൂട്ടിയുടെ ഒരുത്തന്നെ ശുപാർശ വേണ്ടല്ലോ. ചന്ത പൂട്ടിയാല് നമ്മളെപ്പോലുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കാവുന്നേ? പോയി തെണ്ടടാ. നിന്റെ കഴിവുകളുണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെയാണ് കരുതിയിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ പിരിച്ചു വിട്ടേര്. നിന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടിരിക്കുന്നോ? നീ നിന്റെ പോക്കിന് പോടാ. നമ്മൾ ജോലി ചെയ്ത പണം. പണമോ? കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരണം. അങ്ങനെ നമ്മുടെ ഉമ്മ കിടപ്പിലാണ്. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ല. അവള് ചാകണമടാ. ജമ്പുലിംഗത്തെ രക്ഷിക്കാൻ പോയിട്ടില്ലടാ. പോലീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അടികിട്ടിയത് ഒരു ചില്ലി കാശ് ഞാൻ തല്ലടാ. ചീരപ്പ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അവസാന പരീക്ഷണമെന്ന നിലയ്ക്കാണ് ഞങ്ങൾ മാടമ്പിയെ കാണാൻ പോകുന്നത്. പോത്തിന്റെ അടുത്ത് വേദം ഓതിട്ട് എന്താകൃതം? അച്ചോ, അച്ഛൻ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും ആ ചെകുത്താന്റെ തലയിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അച്ചോ, ഉപ്പളവും ചന്തയും എല്ലാം പൂട്ടിയിട്ടതോടെ ഇവിടത്തെ പാവങ്ങളെല്ലാം വിഷമത്തിലാണ്. അവരൊക്കെ പട്ടിണി കിടന്ന് ചാകണമെന്നാണ് അയാളുടെ ആഗ്രഹം. വിശന്ന് പൊരിയുന്ന കുഞ്ഞുങ്ങൾക്ക് താളം തകരയും വേവിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഇവിടുത്തെ തള്ളമാര്. സിസ്റ്റർ, ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് കുറച്ച് പാൽപ്പൊടിയും ഗോതമ്പും കിട്ടാൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ? നല്ല കാര്യമാണ് ഫാദർ. ബ്രദർ സ്റ്റീഫൻ, നിങ്ങൾ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പോയി പൊളിറ്റിക്കൽ ഏജന്റിനെ കണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കണം. അനുവദിച്ചു കിട്ടിയാൽ സാധനങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുപോരണം. യെസ് ഫാദർ. ആ അച്ചോ, ഇവിടത്തെ മനുഷ്യർ ഭൂമിയോളം താണത് കൊണ്ടാണ് നാഞ്ചിനാട് വീണ്ടും ഒരു കൊലക്കളമായി മാറാത്തത്. ആ സത്യം മാർത്താണ്ഡ പിള്ളയുടെ കാല് പിടിച്ചെങ്കിലും ബോധ്യപ്പെടുത്താമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിവിടെ വന്നപ്പോൾ ഒരു അനാഥ മന്ദിരം സ്ഥാപിച്ചു. നല്ലൊരു കാര്യത്തിനാണെന്ന് കരുതി ഞാനും സംഭാവന നൽകി. പക്ഷെ ഇന്ന് ആ സ്ഥാപനത്തിന്റെ മറപിടിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ ശത്രുക്കളെ സഹായിക്കുകയാണ്. എന്ത് നല്ല കാര്യത്തിന് വേണ്ടി അനാഥാലയം സ്ഥാപിച്ചു ആ കാര്യം മാത്രമേ ഇന്നും അവിടെ നടക്കുന്നുള്ളൂ. പിന്നെ ഗ്രാമത്തിലെ ഏർപ്പാടുകളെല്ലാം എന്നും എന്തിനവിടെ വരുന്നു? വിശന്നു വലയുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നത്. അവരോട് അല്പം കൂടി കാരുണ്യം കാണിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ഒരു കാരുണ്യവും എന്നിൽ നിന്നും നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട. അമ്മേ, നിങ്ങളുമൊക്കെ സ്ത്രീകളല്ലേ. ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയെങ്കിലും കുറെ കൂടി നീതി കാണിക്കാൻ ഇദ്ദേഹത്തിനോട് പറയണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജയനമ്മയ്ക്ക് അറിയാവല്ലോ.
ഞാൻ പറഞ്ഞാൽ ഇവിടെ കേക്കില്ല. എന്റെ മണ്ണിൽ കിടന്നുകൊണ്ട് എനിക്ക് കുഴി തോണ്ടുന്നതിന് ഒന്നും ഞാൻ വെറുതെ വിടില്ലടി. പ്രത്യേകമായി ദൈവം ആർക്കും മണ്ണിനെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരും ഈ മണ്ണിൽ തന്നെ ജനിക്കുന്നു, ഈ മണ്ണിൽ തന്നെ ലയിക്കുന്നു. ജമ്പുലിംഗവും പൊന്നയ്യനും ചെയ്ത ആക്രമണങ്ങൾ അറിയാതെയാണ് നിങ്ങൾ ഉപദേശത്തിന് വന്നിരിക്കുന്നത്. ഒടുവിൽ നിങ്ങളെ എല്ലാരും കൂടെ ചേർന്ന് നാട് കടത്താതിരുന്നാ മതി. ഏതോട്ടടി, അവനെയൊക്കെ തീർത്ത് കെട്ടില്ലെങ്കിൽ ഞാൻ കോയിക്കൽ വലിയ വാർത്തേണ്ട പിള്ളയല്ല. ജമ്പുലിംഗത്തെയും പൊന്നയ്യനെയും അറസ്റ്റ് ചെയ്തതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒതുങ്ങണമെങ്കിൽ ആദ്യം ജയിനമ്മയെ നിലയ്ക്ക് നിർത്തണം. അതിനുവേണ്ടി ഞാൻ പൊളിറ്റിക്കൽ ഏജന്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുത്തുകൂത്ത് നടത്തിക്കൊണ്ടിരുന്നോ? അവന്മാര് കൂട്ടത്തോടെ വന്ന് ജയിലും പൊളിച്ച് ഇവന്മാരെ ഇറക്കിക്കൊണ്ട് പോകും. അവർക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? പോലീസിനോട് അവർ ഏറ്റുമുട്ടിയില്ലേ? ഒരു തോക്ക് പിടിച്ചോണ്ട് പോയിട്ട് ഇതുവരെ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞോ? എന്നാൽ ജമ്പുലിംഗത്തെയും പൊന്നയ്യനെയും രഹസ്യമായിട്ട് ഞാൻ സുചീന്ദ്രൻ ജയിലിലേക്ക് മാറ്റാം. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ യവന്മാരെ വിലങ്ങും ചങ്ങലയും ഇട്ട് രാജപാത വഴി പട്ടാപ്പകൽ നടത്തിക്കൊണ്ടു പോകണം. ഗ്രാമത്തിലുള്ളവർ ആ കാഴ്ച കണ്ട് ഞെട്ടണം. ജമ്പുലിംഗത്തെയും പൊന്നയ്യനെയും കയ്യാവും വെച്ച് തെരുവിലൂടെ നടത്തിക്കൊണ്ടു പോകാനാ തീരുമാനം. എങ്ങോട്ടാ മുത്തേ കൊണ്ടുപോകുന്നത്? സുചീന്ദ്രത്തെ വലിയ ടാണാവിലേക്ക്. കാട്ടായി, പൊന്നത്ത, ചിന്നമ്മ, ഓടി വായോ. ഓടി വാ. എന്താ ചെയ്യണ? ഉത്തരവ്. ജമ്പുലിംഗ് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമോ? ദൈവാധീനം. ദൈവാധീനമോ? ഉത്തരവ്. കാന്താരി മുളക് അടിച്ച് കണ്ണിൽ ഒഴിച്ചു തന്നാൽ ഏത് ലിംഗം പോയാലും കണ്ടുപിടിക്കാൻ ഒക്കില്ലേ അമ്മ? ദൈവാധീനം കൊണ്ട് ആ കാര്യത്തിൽ രക്ഷപ്പെട്ടത് ഞാൻ മാത്രമേ ഉള്ളേ അമ്മാന്റെ. എന്റെ വായിലോട്ട് ഒഴിച്ചു തന്നത് ആട്ടുംപുഴുക്ക് കലക്കിയതായിരുന്നു. അത് വീണ പാടെ ഞാൻ ഓടി. ഒന്ന് നിർത്തണോ? 2 ദിവസത്തിനകം ജമ്പുലിംഗത്തെയും പൊന്നയ്യനെയും പിടിച്ചില്ലെങ്കിൽ തൊപ്പി കാണുകയില്ലെന്ന ദിവാൻ പേഷ് കത്തേയും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തൊപ്പി വന്നേ പോട്ടെ മാനെ, നമുക്കെന്താ? അദ്ദേഹത്തിന് തൊപ്പിയല്ല, നമ്മുടെ തൊപ്പിയാ. ഉത്തരവ്. ഏമാൻ വിഷമിക്കണ്ട, ജമ്പുലിംഗത്തിന് പിടി കിട്ടുന്നത് വരെ നമുക്ക് കൂട്ടത്തോടെ അവധിയെടുക്കാം. തനിക്ക് നാണുണ്ടോ പറയാൻ? നാണത്തിന്റെ കാര്യം മാത്രം ഈ ഗോപാലപിള്ളയോട് ചോദിക്കല്ലേ. എന്നെ പ്രസവിച്ചപ്പം ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാൻ വയറ്റാറ്റ് വരെ വിഷമിച്ചേമാനെ. അതിപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യമില്ല. അതല്ലടോ, ഞാൻ ജനിച്ചതേ കോണൂരുത്തോട്ടാ. മതി മതി. ഉത്തരവ്. എടോ, അവന്മാരെ പിടിച്ചെടുത്ത തോക്കും അവനൊക്കെ തങ്ങിയിരിക്കുന്ന സ്ഥലവും ഉടനെ കണ്ടുപിടിക്കണം. അതിന് കഴിവില്ലെങ്കിൽ ഈ തൊപ്പി വെച്ചിട്ട് വേറെ പണിക്ക് പോയിക്കോ. എടുത്തോ. ദൈവാധീനം കൊണ്ട് നമ്മുടെ തന്തമാർ വിചാരിച്ചാലും ജമ്പുലിംഗത്തിനെ പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ ചേട്ടാ ഈ പാതിരാത്രം നമ്മൾ ഞാൻ അലിഞ്ഞു തിരിയുന്നത്? എടാ, പിടിച്ചില്ലെങ്കിൽ നമ്മുടെ തൊപ്പി പോകുന്നില്ല പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോഴി ഊന്ന് വരെ ഒന്ന് കറങ്ങിക്കളയാം. എടാ, പ്രായമായ 5-6 പെൺപിള്ളേരുള്ളത് വീട്ടിൽ കിടന്നുറങ്ങുന്നു. അയലത്താണെങ്കിൽ തല തെറിച്ച 5-6 ആൺപിള്ളേരും ഉണ്ട്. അവന്മാര് വടയിൽ കൊണ്ടുപോകും, എന്നാ അകത്തായി കളയാം. എന്തിനാ? 2 അവന്മാര് വടയിക്കൊണ്ട് പോയിരുന്നെങ്കിൽ അത്രയും ഭാരം കുറഞ്ഞേനെ. ഒരു രക്ഷയില്ലെന്നേ, എല്ലാം മുഴുതാമാരാ. എന്താ ഒരു ശബ്ദം? കിരികിരാന്ന് കേൾക്കുന്നില്ലയോ? എടാ വാസു, ഇത് സിമിത്തേരിയാ. ചത്തവരാരെങ്കിലും കുഴി കിടന്ന് പല്ലി ഇറങ്ങുന്നതായിരിക്കും. ഏതായാലും ഒന്ന് കയറി നോക്കാം. ഇനി നോക്കത്തില്ലേ? ചേട്ടൻ സമാധാനമായിട്ട് കുഴിയിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനി ഇതുവഴി കണ്ടുപോയാ രണ്ടെണ്ണത്തിനെ എന്റെ രൂപത്തിലാക്കിക്കളെ.
ആരായിരുന്നു ചുപ്പ? പോലീസ് തപ്പി ഇറങ്ങിയിരിക്കുക. രണ്ടും പേടിച്ചോടി. ഇനി ഈ വഴി വരില്ല. നിങ്ങളെ അന്വേഷിച്ച് പോലീസ് പരക്കം പായുകയാണ്. ഇനി എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഈ നാട്ടിൽ തന്നെ ഒളിവിൽ കഴിയാൻ ഞങ്ങൾക്ക് ധാരാളം സ്ഥലമുണ്ട് അച്ഛൻ. എവിടെ ആയിരുന്നാലും ഈ ഗ്രാമത്തിന്റെ നന്മയ്ക്കായി ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. ജൈനമ്മയും അച്ഛനും ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങളെയും അറിയിക്കണം. എല്ലാം അപ്പപ്പ തന്നെ അറിയിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ ഇടയ്ക്കിടയ്ക്കൂടെ വരും. നിങ്ങൾ ഗ്രാമത്തിലെ പാവങ്ങളെ സഹായിക്കുന്ന കൊണ്ട് മാടമ്പിയുടെ ചട്ടമ്പിമാർ ഇവിടെ ഈ ശല്യങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. പോലീസ് No. ഇതിനകത്ത് കയറി അവർ നിങ്ങളെ പിടിക്കില്ല. എങ്കിൽ ഞങ്ങൾ പിൻവാതിൽ കൂടെ പോയിക്കൊള്ളാം. പാടില്ല. അവരുടെ മധ്യത്തിൽ കൂടി തന്നെ പോകണം. കമോൺ. അവർ ഇതിനകത്ത് തന്നെ കാണും. അകത്ത് കയറിയും തൂത്തു വാരിയാലോ? പാടില്ല. അസമയത്ത് അകത്ത് കയറി ബഹളമുണ്ടാക്കിയെന്ന് അച്ഛൻ പൊളിറ്റിക്കൽ ഏജന്റ് ആക്ഷേപം ബോധിപ്പിച്ചാൽ നമ്മൾ കുഴപ്പത്തിലാകും. പിന്നെ എന്ത് ചെയ്യുവാനെ? 4 മൂലയ്ക്കും കാവൽ നിൽക്കുക. പുറത്തേക്ക് വരുന്നത് കണ്ടാൽ മുട്ടിന് താഴെ വെടിവെച്ച് വീഴ്ത്തുക. നിങ്ങൾ വടക്ക് ഭാഗത്ത് പോയി നിൽക്കും. ഉത്തരവ്. നിങ്ങൾ തെക്ക് ഭാഗത്തേക്ക് നീങ്ങും. ഉത്തരവ്. ബാബാ, ക്ഷമിക്കണം ഫാദർ. ഞങ്ങൾ കോട്ടാറിൽ നിന്നും വന്നവരാണ്. ഫാദർ ഡാനിയലിനെ കാണാൻ. അതെ അതെ, കോത്താളിൽ നിന്നും വന്നവരാണ്. അകത്ത് അവരല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ഉണ്ട്, 2 പേരുണ്ട്. കൊമ്പം മീശയും കുടുമിയും ഉള്ളവർ. ജമ്പലിംഗമാണോ? ജംബൂലിംഗമാണെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പോയിക്കോട്ടെ. ഏമാനെ, ഇതുങ്ങളെ കണ്ട ഒന്നിനും തിരിച്ചറിയത്തില്ല. ദൂരത്തുനിന്ന് വരുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഇവിടുത്തെ താടിക്കാരൻ കത്തനാരായിരിക്കും. ഒന്നും മുണ്ടാതെ നിൽക്കണോ? അവന്മാര് കടന്നു കളയാൻ നോക്കണം. നേരം വെളുത്താലും 2 ഇവിടുന്ന് തൂക്കിയെടുക്കാതെ പോകത്തില്ലേ മാന്നെ? വൈദ്യരെ, അല്പം കൂടുതലാണ്. ഞാൻ പഠിച്ച ഔഷധ വിധികളെല്ലാം കഴിഞ്ഞു. നെയ്യൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാ നല്ലത്. അതിനൊക്കെ വലിയ പണച്ചിലവില്ലേ? ഉമ്മയുടെ ജീവനേക്കാൾ വലുതാണോ നിനക്ക് പണം? അതല്ല വൈദ്യരെ, ഞമ്മക്കിപ്പോ വേലയും കൂലിയില്ല. അതുകൊണ്ട് പറഞ്ഞതാ. രോഗശാന്തി കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ ഇറങ്ങാം. അണ്ണ, വൈദ്യം പറഞ്ഞതുപോലെ തന്നെ ഉമ്മായി ആശുപത്രി കൊണ്ടുപോകണം. ഒരു വഴിയില്ല. നമ്മളെ സഹായിക്കാൻ ഈ ദുനിയാവിൽ ആരുമില്ല. ഇതാ ഞാൻ പാല് കൊടുത്ത പണം. ഇന്ന് പിരിച്ചെടുത്തതാണ്. ഉമ്മായി നെയ്യൂര് കൊണ്ടുപോകാൻ ഇതെടുത്തോളി. വേണ്ട മാലി. പിന്നെന്ത് ചെയ്യും? ഞമ്മക്ക് മാടമ്പി അങ്ങനെ ശമ്പളപ്പണം ബാക്കി തരാനുണ്ട്. അത് മേടിച്ച് ഞമ്മടെ ഉമ്മാനെ കൊണ്ടുപോകാൻ നോക്കാം. ആ പണം കിട്ടുമ്പോ ഏന് തന്നാ മതി. പാടില്ല. നിന്റെ കയ്യില് പണം വാങ്ങി ഞമ്മടെ ഉമ്മാനെ കൊണ്ടുപോകണം മുറയല്ല. ആ, ഒരു ഉപകാരം ഞമ്മക്ക് ചെയ്താൽ മതി. എന്താണ്? ഞമ്മള് മാടമ്പി അങ്ങനെ കണ്ടിട്ട് വരുന്നവരെ നീ ഉമ്മാനെ നോക്കിക്കോണം. ശരി. ഒരു ചില്ലി കാശ് പോലും നിലയ്ക്കാൻ തരില്ല. മേലാൽ ഈ മുറ്റത്ത് കയറുകയും ചെയ്യരുത്. അങ്ങനെ ഞമ്മടെ ഉമ്മാനെ നെയ്യൂര് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു പ്രാണം കിട്ടൂല. എടാ, നീയും നിന്റെ ഉമ്മയും അങ്ങും നിന്റെ ചോറ് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതിന്റെ ഫലമാണടാ ഇത്. അനുഭവിച്ചോ? നീ അങ്ങുന്നതിനോട് നന്ദി കാണിക്കാൻ എങ്ങനെയാണെന്ന് ഞമ്മക്കറിയാം. വളനിയും കറുപ്പനും ഒക്കെ എന്നോട് സ്നേഹമുള്ളവരാടാ. സ്നേഹം അതിനെപ്പറ്റി പറഞ്ഞാലേ വായി നാറും. എന്താണ് അത്ര നാറാനിരിക്കുന്നത്? നിന്നെ പോലെ ചന്തപ്പണത്തിന്റെ പാതി കട്ടുനിന്നല്ല ഞാൻ ജീവിക്കുന്നത്. നീ എന്നടാ
ജീവിക്കുന്നതിന്റെ പാതി രാത്രിയിൽ കറുപ്പന്റെ കൊണ്ടാട്ടിക്കൊണ്ട് കൊടുക്കണം. കൊത്തി നേരെ നിന്ന് കൊത്തും. നീ ഇവിടെ ആരെയും കൊത്തണ്ട, ഇറങ്ങി പോയാ മതി. അങ്ങനെ ഞമ്മള് പൊയ്ക്കോടാ. പക്ഷെങ്കി ഒന്നും മറക്കരുത്, ഇങ്ങക്ക് വേണ്ടി ഈ നാട്ടുകാരെ മുഴുവൻ മരിപ്പിച്ചോണം ഞമ്മള്. നിങ്ങൾ കാണിക്കണ ഈ നന്ദികേട് പടച്ചം പോലും പൊറുക്കൂല. പൊറുക്കില്ലേ ഞാൻ സഹിച്ചോളാം. പണത്തിന് വേണ്ടി ഇവിടെ നിൽക്കണ്ട, ഒരു ചില്ലി കാശിയും തരില്ല. വേണ്ടാകുന്നേ, 10 പേരോട് തെണ്ടിയെങ്കിലും ഞമ്മള് ഞമ്മടെ ഉമ്മാനെ നെയ്യൂർ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഞമ്മള് ഞമ്മടെ വാപ്പാക്ക് പറഞ്ഞവനല്ല. أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الصمد لم يلد ولم يولد ولم يكن له كفوا أحد آمين بسم الله الرحمن الرحيم ഉമ്മ 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 മൂസ, ഞമ്മക്ക് ഈ ദുര്യാവില് ഇനി ആരുമില്ല. ഞങ്ങളെല്ലാവരും ഉണ്ട്. കരയാതിരിക്കൂ. ഉമ്മയുടെ ആത്മാവിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കരയാതിരിക്കൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരെങ്കിലും അറിയിക്കാനുണ്ടോ? സ്വന്തക്കാരും ബന്ധുക്കാരായിട്ട് ഈ നാട്ടിൽ നമുക്ക് ആരുമില്ല. അപ്പോ കബറടക്കത്തോളം ഏർപ്പാട് ചെയ്യട്ടെ. എന്ത് ഏർപ്പാട് ചെയ്യാനാ? ഇവിടുന്ന് 12 നാഴികയല്ലേ ഉള്ളൂ മുസ്ലിം പള്ളിക്ക്. നമുക്കെല്ലാം കൂടെ എടുത്തോണ്ട് പോവാം. അത് വേണ്ട. ബാപ്പാനെ കബറടക്കിയത് ഈ പറമ്പിലാണ്. അതിന്റെ അടുത്ത് തന്നെ അടക്കണമെന്നായിരുന്നു ഉമ്മാടെ ആഗ്രഹം. എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. പണത്തിന്റെ കാര്യത്തിൽ മൂസ ഒന്നും വിഷമിക്കണ്ട. എല്ലാ കാര്യത്തിനും ഞങ്ങളുണ്ട്. ആരോട് ചോദിച്ചിട്ടാടാ അവൻ അവിടെ ശവം കുഴിച്ചിട്ടത്? ഞങ്ങൾക്കറിയില്ല. ആ ജൈനമ്മയാണ് മൊല്ലാക്കിയെ വിളിപ്പിച്ചതും മതപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം നടത്തിയതെന്നും കേട്ടു. അവന്റെ മതവും ചടങ്ങുമല്ല എന്റെ പറമ്പിലല്ല നടത്തേണ്ടത്. അവന്റെ വാപ്പായ ആ പറമ്പിലാണ് അങ്ങനെ കുളിച്ചിട്ടത്. അതന്ന്. ഇന്ന് അവൻ എന്റെ ശത്രുവാണ്. എടാ പളനി, ആ ശവം മാന്തിയെടുത്ത് ആറ്റിലതിനു ശേഷം മാത്രമേ നീ എന്റെ മുമ്പിൽ വരാവൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد آمين. എടാ ഇബിലീസുകളെ, എന്താ നിന്റെ ഉമ്മയുടെ ശവം തോണ്ടിയെടുത്ത് ആറ്റിലെറിയാൻ മുതലാളി പറഞ്ഞിരിക്കുന്നു. ഖബറി തൊട്ട എല്ലാത്തിനും നമ്മൾ മയ്യത്തയക്കണം. വെട്ടി കുഴിക്കണം അങ്ങോട്ട്. മൂസ, 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 മച്ചമ്പി പിടിക്ക്. നിങ്ങളെല്ലാരും ഞമ്മക്ക് മാപ്പ് തരണം. മാപ്പ് ചോദിക്കാനുള്ള തെറ്റൊന്നും മൂസ നിങ്ങളോട് ചെയ്തിട്ടില്ലല്ലോ. മനുഷ്യരെ കാണാൻ നമുക്ക് കണ്ണില്ലാതെ പോയി. ഉമ്മ പറഞ്ഞ വാക്കൊന്നും നമ്മൾ കേട്ടില്ല. ഇന്നിപ്പോ ഉമ്മയും പോയി.
ഉമ്മായുടെ ശവം തോണ്ടിയെടുത്തെറിയാൻ പറഞ്ഞ മാടമ്പിയാണോ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട മനുഷ്യരാണോ നിന്റെ ബന്ധുക്കളെന്ന് ഇനി നീ തീരുമാനിച്ചാൽ മതി. അണ്ണന്മാരെ, ഇന്നു മുതൽ നമ്മളും നിങ്ങളുടെ കൂടപ്പുറപ്പാണെന്ന് കരുതിക്കൊള്ളി. അച്ചോ, ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന അപകടമാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? വേളിമലയുടെ മുകളിൽ ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു താവളം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഇടയന്മാർ വഴിയോട് അറിയിച്ചാൽ മതി. ഗ്രാമത്തിൽ പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടി കുറെ ഭക്ഷണ സാധനങ്ങൾ നാളെ ഇവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ആശ്വാസം കിട്ടുമെന്നേ ഉള്ളൂ. അതെ അച്ചോ, ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തോറ്റാൽ ഈ ഗ്രാമം ഒന്നുകൂടെ തോൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ജയിക്കും. മൂന്തപിള്ള അധികാരമുള്ള ആളല്ലേ? ആ അനാഥ മന്ദിരം പൊളിച്ചു കളയാമെങ്കിൽ പാതിരിയച്ഛനും ജൈനമ്മയും താനെ ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോളും. അവർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെയാണ് ഈ നാട്ടിൽ സേവനത്തിന് വന്നിരിക്കുന്നത്. അത്ര എളുപ്പത്തിൽ അവർ ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഞങ്ങൾ സഹിക്കണമെന്നാണോ? എന്നല്ല, വളരെ ബുദ്ധിപൂർവമായിട്ടായിരിക്കണം നാം നീങ്ങേണ്ടത്. നാട്ടിൽ സമാധാന ലംഘനം ഉണ്ടാക്കാനാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ഇന്ന് തന്നെ പൊളിറ്റിക്കൽ ഏജന്റിന് എഴുതാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായി പുറത്തു നിന്നും അവർക്ക് വരുന്ന ഭക്ഷണ സാധനങ്ങൾ നിയമപരമായി നിങ്ങൾക്ക് തടയാമോ? അവിടെ പിന്നെ ഒരു പട്ടിയും കയറില്ല, ഈ കുഴപ്പങ്ങളും തീരും. വല്ലതും പറ്റിയോ? പോലീസുകാരോ മാടമ്പിയുടെ ആളുകളോ ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ നിറയൊഴിച്ചത്. സാരമില്ല, വരൂ. വലിയ അബദ്ധമായി പോയേന്. ഒന്നും സംഭവിക്കില്ല മൂപ്പ. മേലാങ്കോട്ടമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ജമ്പണ്ണ, എന്റെ പെറ്റമ്മയെ കൊന്നവരോട് പകരം വീട്ടാൻ വേണ്ടി ഞാനും അപ്പനും കൂടി രാപകൽ പണിഞ്ഞുണ്ടാക്കിയതാണ് ഈ തോക്കുകൾ. ജമ്പു, ഇതെല്ലാം ഈ ഗ്രാമത്തിന് പ്രയോജനപ്പെടണം. ഇവിടത്തെ അമ്മ പെങ്ങന്മാരെ ചുട്ടുകൊല്ലാൻ വരുന്നവനെ ഇനി നമ്മൾ വെറുതെ വിട്ടുകൂടാ. ഇത് നിനക്കിരിക്കട്ടെ. മൂപ്പ, ഈ ഗ്രാമത്തിലെ എല്ലാ കൈകളെയും തോക്കിന്റെ കാഞ്ചി വലിക്കാൻ നമുക്ക് പഠിപ്പിക്കണം. ഞങ്ങൾ എന്തിനും തയ്യാറെണ്ണ. എന്നാൽ ഇനി ഇവിടെ വെച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന അപകടമാണ്. നമുക്കെല്ലാം താവളത്തിലേക്ക് മാറ്റാം. ശരിയാണ് മൂപ്പ. ഈ ഗ്രാമത്തിന് ചെറുത്തു നിൽക്കാൻ ആവശ്യമായ ആയുധങ്ങൾ നമുക്ക് നിർമ്മിക്കണം. നിങ്ങൾ അപ്പനും മകനും ഞങ്ങളോടൊന്നിച്ച് മലമുകളിലേക്ക് വരിക. ഉറക്കമാണോ? ആര് മാലിയോ? വയറ് കത്തണം. ഞാൻ പാലും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിത്താ. അടച്ചോനെ, മയ്യത്താണ വരയ്ക്ക് ഈ പെങ്കുച്ചന്റെ കൈകൊണ്ട് ഞമ്മക്ക് ആഹാരം കഴിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ ഞമ്മക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റിയ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. ഇനിയൊന്ന് മയങ്ങോ, ഞാൻ വീശിത്തരാം. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. പ്ലീസ് ബി സീറ്റഡ്. താങ്ക്സ്. ഇതാ, ഞങ്ങൾക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസിന്റെ നടപടികൾക്ക് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. സർ, പട്ടിണി കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോടാണ് നിങ്ങൾ സാമർഥ്യം കാണിക്കുന്നത്. അവർക്ക് വന്ന ഭക്ഷണവും മരുന്നും നിങ്ങളുടെ റിപ്പോർട്ടിന്റെ പേരിലല്ലേ തടഞ്ഞു വെച്ചിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു എന്ന പേരിൽ നിങ്ങൾ കലാപകാരികളെ വളർത്തുകയല്ലേ ചെയ്യുന്നത്? യു ആർ മിസ്റ്റേക്കൺ ഇൻസ്പെക്ടർ. വിശക്കുമ്പോൾ പാലിനു വേണ്ടി ബഹളമുണ്ടാക്കുന്ന കുറെ കലാപകാരികളാണ് ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിലുള്ളത്. പട്ടിണി കൊണ്ട് പെറ്റമ്മമാരുടെ നെഞ്ചു പറ്റിപ്പോയത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ കലാപകാരികളായത്. ഇൻസ്പെക്ടർ, ഈ കാട്ടുഉടുപ്പിനുള്ളിൽ ഒരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് നോക്കണം. എന്നിട്ട് അവരുടെ ഭക്ഷണം തടഞ്ഞു വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കണം. നിങ്ങൾ ബ്രിട്ടീഷ് പ്രതികളാണെന്ന് ധൈര്യം കൊണ്ടല്ലേ ഇവിടെ ഒന്ന് എന്റെ നേരെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഇതാ, ഈ കത്ത് നിങ്ങൾക്ക് തരാൻ പൊളിറ്റിക്കൽ ഏജന്റാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്ലീസ് റീഡ് ഇറ്റ്.
ഫാദർ ഡാനിയലിനും സിസ്റ്റർ ജെയിനും നാഞ്ചനാട് പ്രദേശത്ത് സാധുജന സംരക്ഷണത്തിനായി വന്നിരിക്കുന്ന നിങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. ആയതിനാൽ കൊളോണിയൽ വ്യവസ്ഥകൾ അനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ആ പ്രദേശം വിട്ടുപോകാൻ നാം ആവശ്യപ്പെടുന്നു. പൊളിറ്റിക്കൽ ഏജന്റ്. ഈ കുറ്റപത്രം കണ്ട് ഭയന്ന് ഞങ്ങൾ ഒളിച്ചോടുകയില്ല. വേണ്ടി വന്നാൽ ബ്രിട്ടീഷ് പൗരത്വം പോലും ഞങ്ങൾ വലിച്ചെറിയും. ഞങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരോടൊപ്പം മരിച്ചു വീഴുന്നതുവരെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെ കാണും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്തോളൂ. അച്ഛൻ വരുന്നുണ്ട്. എനിക്ക് വിശക്കുന്നെന്ന് ഞാൻ പറഞ്ഞു. ഫാദർ, വിശന്ന് തളർന്നു നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തു കൊടുക്കും? സിസ്റ്റർ, ഞാൻ ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് പോയി പൊളിറ്റിക്കൽ ഏജന്റിനെ കാണാം. അദ്ദേഹത്തിന്റെ നിലപാട് നമുക്ക് അനുകൂലമല്ലല്ലോ. പൊളിറ്റിക്കൽ ഏജന്റ് കൈയൊഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ പോയി വൈസ്രോയിയെ വരെ കാണും. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ മടങ്ങി വരില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സിസ്റ്റർ നോക്കിക്കൊള്ളണം. യെസ് ഫാദർ. God bless you. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ദയാനിധിയായ കർത്താവെ, വിശന്ന പരവശരായി നിൽക്കുന്ന ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നീ കരുണയോടെ തൃക്കൺ പാർക്കണമേ. എന്താ ഈ രാത്രിയിൽ? അനാഥമന്ദിരത്തിലേക്ക് വന്ന ആഹാര സാധനങ്ങൾ പോലീസ് തടഞ്ഞു. എന്താ കാര്യം? നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്കാണ് ഈ ആഹാരം വിതരണം ചെയ്യുന്നതെന്ന് മാടമ്പി പരാതിപ്പെട്ടു. അച്ഛൻ മേൽദ്യോഗസ്ഥന്മാരെ കാണാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുക. ഗ്രാമത്തിലെ പാവപ്പെട്ട വീടുകളെല്ലാം ഇന്ന് പട്ടിണിയില്ല. പോലീസിനെ ഭയന്ന് ഇനിയും നാം അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല ജമ്പു. പോലീസല്ല മച്ചമ്പി നമ്മുടെ ശത്രുക്കൾ. മാടമ്പിയും അയാളുടെ കിങ്കരന്മാരുമാണ്. അവരെ അടക്കിയാലേ ഇവിടെ കാര്യങ്ങൾ ശരിയാവും. എത്ര കാലം എന്ന് വെച്ചാൽ അതിനുവേണ്ടി കാത്തിരിക്കുക? മുത്തയ്യ, ഏറ്റുമുട്ടിയാൽ നമ്മൾ ജയിക്കണം. അതിനുവേണ്ടി ശക്തമായി നമ്മൾ ഒരുങ്ങണം. ജമ്പുണ, മാറമ്പിയുടെ കളത്തിൽ നിന്ന് നാളെ കാലത്തെ തിരുവനന്തപുരത്തിന് അരി കൊണ്ടുപോകുന്നുണ്ട്. തിരുവനന്തപുരത്ത്? ആ, മുറജപത്തിന് സദ്യക്കാണെന്നാ കേട്ടത്. ജംബു, നമ്മുടെ ആഹാര സാധനങ്ങൾ തടഞ്ഞ നിലയ്ക്ക് നമ്മൾ ഇതും തടയണം. തടയുകയല്ല, അത് പിടിച്ചെടുത്ത് പട്ടിണി കിടക്കുന്നവരുടെ വീടുകളിൽ വിതരണം ചെയ്യണം. എങ്കിൽ വരൂ. വരട്ടെ മച്ചമ്പി. സർക്കാർ കാര്യത്തിൽ കൊണ്ടുപോകുന്ന അരിയാണ്. അത് പിടിച്ചെടുക്കുന്നത് ബുദ്ധിപൂർവ്വം വേണം. ഞാനൊരു വഴി പറയാം. കറുപ്പാ, വണ്ടി ഇതുവരെ വന്നില്ലേ? ചിഹ്നം നേരത്തെ വരാമെന്നാ പറഞ്ഞത്, പക്ഷെ ഇതുവരെ കണ്ടില്ല. സർക്കാർ കാര്യമാ. ഈ സാധനങ്ങളൊക്കെ സമയത്തിന് തിരുവനന്തപുരത്ത് എത്തണം. കറുപ്പൻ ചിന്നയ്യന്റെ വീട് വരെ പോയി ഒന്ന് നോക്കിട്ട് വന്നേ. ശരി. ഇനി 12 വർഷം കഴിഞ്ഞല്ലേ മുറജപം ഉള്ളൂ? അതെ, എല്ലാ മുറജപത്തിനും നമ്മളിത് ചെയ്യുന്നത് കൊണ്ടാ സർക്കാരിൽ നമുക്കൊരു പിടിപാടുള്ളത്. വണ്ടി വരുന്നു. നീ ഏതാ? ചിന്നന്റെ മച്ചമ്പിയാ. ചിന്നനെവിടെ? ഇന്നലെ പെട്ടെന്നൊരു ജ്വരം വന്നു.
വീട്ടിൽ കിടപ്പ. അതാ എന്നെ പറഞ്ഞയച്ചത്. ഇവരൊക്കെ ആരാ? ഇത് എന്റെ അമ്മ. അങ്കമത്തു. അത് ചിന്നന്റെ അമ്മ. ചിന്നമ്മ. അത് എന്റെ പെണ്ണ്. വടിവിക്കരശി. ഇവരൊക്കെ എവിടെ പോകുന്നു? തിരുവനന്തപുരം വരെ പോകുന്നതല്ലേ, അവരും കൂടെ വരുന്നെന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറിയുന്ന ശ്രീപത്മനാഭ സ്വാമി ഒന്ന് കുമ്പിടണം. എനിക്ക് മേട്ടമണി അടിക്കണമെന്ന് കാണണം. എനിക്ക് പാത്രക്കുളത്തിലൊന്ന് അടിച്ചു നനച്ച് കുളിക്കണം. മിടുക്കി, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. നിങ്ങൾ സാധനങ്ങൾ കേട്ട് വാ. അത്താ, എനിക്ക് പേടി. ഓടി മുതലാളിയല്ലേ വിളിക്കുന്നേ. അമ്മമാര് വടിവിക്കരശി ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മുതലാളിയെ കണ്ടിട്ടുണ്ട്. എപ്പോ? അത് കുഞ്ഞിലേ ആയിരിക്കും. സ്ത്രീ ആയതിനു ശേഷം ഞങ്ങൾ ഇവിടെ പുറത്ത് കാണിച്ചിട്ടേ ഇല്ല. അതാണ് മുതലാളി കാണാതെ പോയത്. നിനക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 16 കഴിഞ്ഞതേ ഉള്ളൂ. അത്രേ ഉള്ളൂ? വളർച്ച കൊണ്ടാ പ്രായം തോന്നിക്കുന്നത്. പെറ്റിട്ടപ്പോഴേ കൂടച്ചട്ട പോലെ ഇരുന്നു. ഈ മാട്ടുവണ്ടിക്കാരന്റെ കൂടെ നീ എങ്ങനെ കഴിയുന്നടി? പകലൊക്കെ ഉള്ള ഈ മാട്ടുവണ്ടി രാത്രിയിലേ പിള്ളേരിക്കാൻ പാടുന്നു പോകും. ആഹാ, അപ്പോൾ നിങ്ങൾ പാട്ടുകാരാണോ? കുടുംബത്തോടെ വില്ലടിയാന്നേ. എങ്കിലൊന്ന് പാടിക്കേ. എനിക്ക് നാണമാകുന്നു. നാണിക്കാൻ എന്തിരിക്കുന്നു? മുതലാളിയല്ലേ പറയുന്നത്. പാട്. ചാലക്കമ്പോളത്തിൽ പോയി വാങ്ങോ, ചാലക്കമ്പോളത്തിൽ പോയി വാങ്ങോ, ചേല എനിക്കൊന്നു വാങ്ങി വാങ്ങോ, ചാലക്കമ്പോളത്തിൽ പോയി വാങ്ങോ, ചേല എനിക്കൊന്നു വാങ്ങി വാങ്ങോ. എന്നാ ഞങ്ങളങ്ങ് പോയിക്കോട്ടെ. അങ്ങനെ ആവട്ടെ, ഞാൻ രാവിലെ അങ്ങ് വന്നേക്കാം. ഊട്ടുപേരുടെ അവിടെ വെച്ച് കാണാം. തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വടുവക്കരച്ചിയുടെ പാട്ട് നമുക്ക് ശരിക്കും ഒന്ന് കേൾക്കണം. എല്ലാവരും വരീ. നിങ്ങളുടെയൊക്കെ മൂക്കിന് താഴെന്നല്ലേ മുറജപത്തിന് കൊണ്ടുപോയ സാധനങ്ങൾ അവന്മാർ തട്ടിക്കൊണ്ടു പോയത്? സർവാധികാരിക്കാരോട് ഞാൻ എന്ത് സമാനം പറയും? പോലീസ് കാവില്ല, നിങ്ങൾ എന്തിന് സാധനങ്ങൾ കയറ്റി അയച്ചു? നിങ്ങളുടെയൊക്കെ കാവലിൽ എനിക്ക് വിശ്വാസമില്ലേ? ഇവിടത്തെ പോലീസിനെ കൊണ്ട് ചുക്കിനും ചുണ്ണാമിനെ കൊള്ളില്ലെന്ന് ഞാൻ നാളെ തന്നെ ദിവാൻ പേഷ്കർ അറിയും. മാർത്താണ്ഡപിള്ള അദ്ദേഹം പണം കൊണ്ട് വലിയ ആളായിരിക്കും, പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. ഞങ്ങൾ ഈ വടി തൊപ്പിക്കൊണ്ട് നടക്കുന്നതേ വവ്വാലിനെ അടിക്കാനല്ല. ഒന്ന് നിർത്തണോ? നിർത്താനോ? ഇവിടുത്തെ വിശറിക്കാരനെ വരട്ടുന്ന ഞങ്ങളെ വരട്ടിയാണല്ലോ കളിമാർ. പോലീസ് നിങ്ങൾ വെറുതെ ഇരിക്കെ. നിങ്ങൾ ആപത്ത് പോയി ചാടിയിട്ട് അരിച്ചു തീർക്കേണ്ട പോലീസിന് നടക്കല്ല. തോന്നുമ്പോഴൊക്കെ ഞങ്ങളെ വിളിച്ച് ആക്ഷേപിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്ന് സ്ഥലമാറ്റ ഉത്തരവ് കിട്ടുമ്പോൾ അറിഞ്ഞോളൂ. പലയിടത്തൊന്നും സ്ഥലം മാറി വന്നവനാണ് ഞാൻ. എന്നെ അങ്ങ് മൂക്കിൽ വിളിച്ചു കയറ്റാമെന്നാണ് വിചാരമെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേരും. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞു ഒടിയന്മാര്. ഒടിയന്മാരാണല്ലേ? ആന്നേ. അയ്യോ, എന്തിനാണത്? മാറി നിൽക്കണേ. എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ. എടാ പരനാറികളെ, നെൽപ്പുരയിൽ വെച്ച് എന്നെ കബളിപ്പിച്ചതുപോലെ ഇപ്പോഴും വേഷം കിട്ടി വന്നിരിക്കാനല്ലേ? അയ്യോ അമ്മേ, അബദ്ധം കാണിക്കരുതേ. ഇത് ജമ്പുരുങ്കും പൊന്നയ്യനും അല്ല, യഥാർത്ഥ ഒടിയന്മാരാ. അങ്ങ് മരുത്തുവാമലയിലുള്ളവരാ. അടിയങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ഇതാ കണ്ടോളി. ഓം കാളി. ഇപ്പൊ വിശ്വാസം വന്നോ? വന്നേ. ആ ജമ്പുലിംഗവും പൊന്നയനും വേഷം മാറി എന്നെ പറ്റിച്ചത് കൊണ്ടാ ഞാൻ നിങ്ങളെ സംശയിച്ചത്. എന്നോട് ക്ഷമിക്കാം. അങ്ങൊന്നേ, അവന്മാരെ വകവരുത്താൻ ഇവരിൽ കവിഞ്ഞ് ഈ ലോകത്തിൽ ആരുമില്ല. ശത്രു സംഹാരത്തിന് നിനക്ക് എന്ത് വേണമെന്ന് പറയൂ. ഒരാണ്ട് പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ പാതിരായിക്ക് ചുടുകാട്ടിലെത്തിച്ചു തരണം. അതിന്റെ കൂമ്പും കരളും കീറിയെടുത്ത് ഒരു മഷി ഉണ്ടാക്കണം. എന്നാലേ ശത്രുവിനെ തോൽപ്പിക്കാൻ ഒക്കൂ.
ഒടിയന്മാരെ, കുഞ്ഞിനെ ചുടുകാട്ടിലെത്തിച്ചു തരാം. നിങ്ങൾ പോയി കർമ്മത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ. ഈ തലയോട്ടികൾ രണ്ടും ഈ പടിവാതിലിന്റെ വലതും ഇടവും ഇപ്പോൾ തന്നെ കുഴിച്ചിടണം. കേട്ടോ? എന്തോ കൂടെ ചെല്ല്. ജയ് മഹാകാളി. അങ്ങന്നേ കുഞ്ഞെവിടുന്ന? ഈ വീട്ടിൽ ഒരു കുഞ്ഞില്ലേ? അത് അങ്ങയുടെ മകളുടെ കുഞ്ഞല്ലേ? എന്റെ നിലനിൽപ്പിന് ആരുടെ കുഞ്ഞായിരുന്നാലും എനിക്കത് പ്രശ്നമല്ല. മോളെ, കുഞ്ഞ്. അമ്മ കുഞ്ഞിനെ നോയിക്കോളൂ, ഞാനിപ്പോ വരാം. എന്താ തമ്പ്രേട്ടി രാത്രിയില്? ഈ കുറിയോല ആരും കാണാതെ ഉടൻ തന്നെ ജമ്പണ്ണനെ എത്തിച്ചു കൊടുക്കണം. ശരി തമ്പ്രേട്ടി. മണിയാ, ഈ ഓല ഉടനെ മലമുകളിൽ എത്തിക്കണം. ഓടോട്. ആ കുറിയോലയിൽ എന്തോ രഹസ്യമുണ്ട്. ഉണ്ട്, അത് നമുക്ക് പിടിച്ചെടുക്കണം. ആടിന്റെ പുറകെ ഓടിയ രക്ഷയില്ല, നമുക്കൊരു വെടിവെച്ചിടാം. വെടിയേറ്റ് ആട് കാലി. വാ. അയ്യോ, ഓടിക്കോ. മോളെ, ആരെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? അമ്മേ, കുഞ്ഞിനെ ഞാൻ ജൈനമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കട്ടെ? അത് കൊള്ളാം മോളെ, വേഗം കൊണ്ടുപോയി കൊടുക്ക്. സുഭദ്രേ, കുഞ്ഞിനെ നീ എവിടെ കൊണ്ടുപോകുന്നു? കുഞ്ഞിനെ നീ തരൂ. ഇല്ല, കുഞ്ഞിനെ ഞാൻ തരില്ല. നിനക്ക് നിന്റെ അച്ഛനാണോ കുഞ്ഞാണോ വലുത്? അച്ഛൻ എന്ത് പറഞ്ഞാലും കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ തരില്ല. അയ്യോ, അച്ഛാ, 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 വേണ്ട. അയ്യോ, അച്ഛാ. അയ്യോ, അയ്യോ, അച്ഛാ, അച്ഛാ, കുഞ്ഞിനെ കൊല്ലണ്ട. അച്ഛാ. ഭദ്രകാളി, ചാമുണ്ടേശ്വരി നമഃ. ഓം മഹാവീരേ നമഃ. ഓം ജ്ഞാനരൂപിണി നടക്കണ്ട. നടക്കാൻ എന്റെ പൊന്നു മോനെ. കോഴി കൂവാറായിട്ടും അവന്മാരെ കാണുന്നില്ലല്ലോ. അങ്ങനെ എന്താണ് ഈ പറയുന്നത്? ഒരു വയസ്സായ കൊച്ചിന് മുഴുവൻ മഷിയാക്കിടക്കണ്ടേ? അപ്പൊ അല്പം താമസം വരും. ഇതോടെ ജമ്പുലിംഗത്തിന്റെയും പൊന്നയ്യന്റെയും കച്ചവടം തീരും. തായേ കാളി മഹാകാളി മലവാഴും ഭദ്രകാളി. ആയേ കാളി മഹാകാളി മലവാഴും ഭദ്രകാളി. ആടിവാ ഓടിവാ ഇഷ്ടമിരുന്ന ആടി ഓടിവാ. ആടിവാ ആടിവാ ഇഷ്ടമിരുന്ന ആടി ഓടിവാ. എല്ലാം മംഗളമായി തന്നെ നടന്നു. അടിയങ്ങൾ ചെയ്യേണ്ട കർമ്മം മുറ പോലെ തന്നെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. പൂർണ്ണഫലം ലഭിക്കണമെങ്കിൽ ചെറിയൊരു കർമ്മം ഇവിടെയും ചെയ്യണം. എന്താണാവൂ? പാശബന്ധന പ്രക്ഷാളനം. കാര്യസ്ഥനെ, ഒരു കുടം ചാണകവെള്ളവും 7 മുഴം കയറും കൊണ്ടുവരൂ. അങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് കുളിപ്പിക്കാനായിരിക്കും. പെട്ടെന്ന് പോയി കൊണ്ടുപോടാ. ഇനി എന്ത് ചെയ്യണം? തമ്പുരാൻ അങ്ങോട്ട് ഇരുന്നാട്ടെ. അങ്ങോട്ട് തന്നെ. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ശത്രുക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഉറച്ചിരുന്നാട്ടെ. ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെ ശത്രുക്കളെ ഇവിടെ വരുത്താനാണ് ഈ കർമ്മം. സ്വാഹ സ്വാഹ സ്വാഹ. ഒരു മുഴം നീളം കൂടുതലുണ്ട്, വേണമെങ്കിൽ മുറിക്കാം. വേണ്ട, തമ്പുരാനെ തൂണോട് ചേർത്ത് വരിഞ്ഞു കെട്ടു. അയ്യോ, അതെന്തിനാ? ശത്രുക്കൾ വരുമ്പോൾ ഒരു അപ്പോൾ വീഴാതിരിക്കാൻ. വേഗം പിടിച്ച് കെട്ടാ.
സ്വാമി ഇതാണ് മഷി. കവർഗം, ചവർഗം, ഡവർഗം, തവർഗം, പവർഗം, nganya ശിഷ്യ സ്വാമിൻ, ഇനി പ്രക്ഷാളനം നടക്കട്ടെ. പന്തം പിടിക്കൂ. ഓ കാളി, മഹാകാളി, തമ്പുരാനെ പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ. ശത്രുവിനെ കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. എന്നാൽ ഇതാ കണ്ടോളൂ. ജമ്പലിംഗമോ? പൊന്നയിലുമുണ്ടടാ. എടാ ദ്രോഹി, ആ പിഞ്ചു കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എന്റെ മകളുടെ കുഞ്ഞിനോട് ചെയ്തതിന് നിങ്ങൾക്കെന്താ? നിന്റെ മകളുടെ കുഞ്ഞു നീ ജീവനോടെ ചുട്ടുകൊന്ന് എന്റെ പെങ്ങളുടെ കുഞ്ഞാണുണ്ടായത്. ഈ നിമിഷം നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യില്ല. നിന്റെ പിടിയിലുള്ള ഉപ്പളവും ചന്തയും മേച്ചിൽ സ്ഥലവുമെല്ലാം ഞങ്ങൾ ഗ്രാമത്തിലുള്ള പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കും. എന്നിട്ട് നിന്നെ ചിത്രവധം ചെയ്ത് കൊല്ലും. കരുതിയിരുന്നു. പോകരുത്. നടക്ക്. അയ്യോ, ഒരു രക്ഷയില്ലേ മനെ. പഠിച്ച പണി 18 നോക്കി. അവന്മാർ അത്താവളം മാത്രം പറയുന്നില്ല. ഇയാള് നല്ല ആളാ. വാ തുറന്നിട്ട് വേണ്ടേ പറയാൻ. മുട്ടു ഇത് കയറ്റിയിട്ടും ഈന്ന് വെക്കുന്നതല്ലാതെ വാ തുറക്കുന്നില്ല. പുരവള്ളിക്കൊരു പൂട്ടിട്ട് നോക്കാൻ പാടില്ലായിരുന്നു. എന്റെ അമ്മാനെ കൊരപ്പൂട്ടിട്ട് നോക്കി. കണ്ണ് തള്ളുന്നതല്ലാതെ ഈ പരമ കഴിവേറി കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. ഓഹോ, ആ ഇവനകത്ത് കയറ്റിയിട്ട് ആ ഇടയിലെങ്ങ് കൊണ്ടുപോവാ. കേടാത്ത നീ ഇറങ്ങിവിടെ. നീ ഇടാ. ആരെയും നോക്കട്ടെ. എടാ, ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ചൊറ്റിടിക്ക് നിന്നെ ഞാൻ കൊന്നുകളയും. പടിഞ്ഞാറെ ചരിവിൽ കൂടി കയറി ചെല്ലുന്നെടുത്താണ്. ഇവനകത്താക്കോ. അപ്പൊ നിനക്ക് പറയാനറിയാം. വേളിമല. മഹാപാപി, നീ ഒറ്റിക്കൊടുത്തല്ലേ? ശബ്ദിച്ചു പോകരുത്. നീ ഇനി ജീവിച്ചിരുന്നുകൂടും. അവനെ ഞാൻ കൊന്നു. ആ ദ്രോഹിയെ ഞാൻ കൊന്നു. എന്നെ തൂക്കിക്കൊന്നു. എന്നെ തൂക്കിക്കൊന്നുള്ളൂ. എന്റെ വീടും എന്റെ അപ്പനെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ രക്ഷിക്കും. മുത്തയ്യ, ബഹളം വെക്കാതെ. ഈ തോക്കുമായി നീ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്ത് സാധിക്കും? നിന്നെ അവർ അകത്താക്കും, ഇല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തും. ചാകട്ടെ. എന്നാലും എന്റെ അപ്പനെ പോലീസ് ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന കേൾക്ക്. നീ സമാധാനമായിട്ടിരിക്കൂ. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് ആണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ കയ്യിലേൽപ്പിക്കാം. പോരെ? ജമ്പുഴിഞ്ഞമാണോടാ പറയുന്നത്, എന്നെ വിശ്വസിക്കൂ. എടാ കാലനെ കഞ്ഞിവെച്ച കഴിവേറി. ഞങ്ങൾ നോക്കി നിൽക്കെ നീ അവനെ കാച്ചിക്കളഞ്ഞല്ലോടാ. പോലീസ് സ്റ്റേഷനിലിട്ട് നമ്മൾ തല്ലിക്കൊന്നും പറഞ്ഞ് ഇവന്റെ ആൾക്കാരിന് ബഹളത്തിന് വരില്ലേ? അതിന് ചില പുള്ളിക്കും ഇവനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ ഏമാൻ ദിവാൻ ബഹിഷ്കാർ അദ്ദേഹത്തെ കാണാൻ പോയിരിക്ക. ഇൻസ്പെക്ടർ കൂടെ ഇല്ലയോ? ഇല്ലല്ലോ.
ദിവാൻ പേഷ്കർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാവിലെ തിരുവനന്തപുരത്തിന് പോയിരിക്കുക. ഞാനെന്തായി പറയുന്നേ? ഇൻസ്പെക്ടറെ കാണാൻ ദിവാൻ പേഷ്കാർ ഇങ്ങോട്ട് എഴുന്നള്ളൂ. സ്റ്റേഷനിൽ വെച്ചൊരു കൊലപാതകം നടത്തിയ പുള്ളിയെ ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണോ? ഉത്തരവ്. അത് ഇൻസ്പെക്ടർ, ഗ്രാമത്തിലാകെ ബഹളം നടക്കുമ്പോൾ ഇവൻ ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് ബുദ്ധിയാണോ? അപ്പോ കൈയോടെ ഇറക്കി വിട്ടേക്കാമേ. ബുദ്ധിയില്ലാത്ത കഴുതേ. ഉത്തരവ്. നാം ബില്ല് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരെയും നാം അതിൽ കൊണ്ടുപോയിക്കൊള്ളാം. അവരെ ഇറക്കി വിടൂ. നീയാണോടാ കൊല്ലനാണ്ടി? ആണോന്ന് ചോദിച്ചിട്ട് കാര്യമില്ലേ അമ്മാനെ? ഇവൻ വാ വിളിക്കില്ലേ? എല്ലാവന്റെയും വാ ഇന്ന് ഞാൻ പൊളിപ്പിക്കും. ഇവരെ രണ്ടുപേരെയും വില്ലുവണ്ടിയിൽ കയറ്റൂ. ഏമാനെ, ഇവന്മാരെ രണ്ടുപേരെയും വില്ലുവണ്ടിയുടെ ചക്രത്തെ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതാ ബുദ്ധി. താനാണോ ബുദ്ധിയുള്ള പോലീസുകാരൻ? തന്നെ ഞാൻ പോലീസ് കമ്മീഷണറായി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഉത്തരവ്. ഇൻസ്പെക്ടറെ നാം ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അയാൾ വരുമ്പോ തൊപ്പി വെച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ഉത്തരവ്. നടക്ക. വാസു. ഉത്തരവ്. ഒരു ബീഡി. കന്നിമാസത്തിൽ എന്റെ മൂന്നിൽ ശുക്രൻ കയറുമെന്ന് പറഞ്ഞിട്ട് താൻ വിശ്വസിച്ചില്ല അല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്നാലും അവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ കയറ്റം കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലേ? കേറുവടോ, അതാ എന്റെ ജാതകം. തലസ്ഥാനത്ത് ചെല്ലുമ്പോ വാസുവിന്റെ കാര്യം താനൊരു അപേക്ഷ എഴുതി തന്നെ പരിഗണിക്കാം. ഉത്തരവ്. ഗോപാലപിള്ളേ, എന്താ ഇത്? മുകുന്ദ, തന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. തൊപ്പി ഊരി വെച്ചിട്ട് വീട്ടിൽ പൊക്കോളൂ. അയ്യോ ഏമാനെ, കമ്മീഷൻ അദ്ദേഹമായിരിക്കുന്നേ. കമ്മീഷണർ അദ്ദേഹമോ? എന്താ കണ്ടിട്ട് തോന്നുന്നില്ലേ? ദിവാൻ പേഷ്കർ അദ്ദേഹം ഇവിടെ വന്ന് ആണ്ടിയ ഇടയനെ ഇറക്കിക്കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് കമ്മീഷണർ പ്രൊമോഷനും കൊടുത്തു. കഴുതകളെ, ആരോ വന്ന് കബളിപ്പിച്ചവർ ഇറക്കിക്കൊണ്ട് പോയതാ. നേരാണോ ഏമാനെ? നിങ്ങളവിടെ നിങ്ങളൊക്കെ തൊപ്പി വെച്ചിട്ട് പോയി തൂങ്ങിച്ചാകണോ? എന്റെ പൊന്നേമാനെ, ഞങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം. ഇവൻ ഒരു കുഴപ്പവും വരാതെ ഞാൻ സൂക്ഷിച്ചോളാം അണ്ണാ. വേണ്ട മാറ്റി. ഈ കുഞ്ഞിവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാവും. അക്കാര്യം ഓർത്ത് ജമ്പ് വിഷമിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. ചീരപ്പണ്ണ, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലുമെന്നാണ് മാടമ്പി ശപഥം ചെയ്തിരിക്കുന്നത്. ഈ കുഞ്ഞിനെ കൈ കിട്ടിയ ശേഷം അവൾ അതിനെ താഴെ വച്ചിട്ടില്ല. ആ, അവന്റെ പെറ്റമ്മ പോയെങ്കിലും ഇന്ന് ഈ ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം അവന്റെ വളർത്തമ്മമാരാണ്. കുഞ്ഞിനെ കൊടുമോളെ. നാട്ടുവഴി വരെ ഞാനും കൂടെ വരാം. വേണ്ട ചുപ്പ, ഞങ്ങൾ പോയിക്കൊള്ളാം. സൂക്ഷിച്ചു പോണം. മോനെ, മച്ചമ്പി, എല്ലാം ഭദ്രമാണല്ലോ? ഒരു കുഴപ്പവുമില്ല. ശരി, വരൂ. ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നൊഴിയൊഴിക്കും. യമാനെ, നിങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല. ഒരു വലിയ സൈത്താനെ മുട്ടുകുത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെ ഉപദ്രവിക്കരുത്. ഏമാൻ ഇവരെ വിളിച്ചോണ്ട് പോ. ഇതാ
വരൂ. ജൈനമ്മേ, ഇതാ ഞങ്ങളുടെ ജീവനെയാണ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ഭയപ്പെടണ്ട. ഞാനുള്ളതുവരെ ഈ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഒരു പുരുഷായുസ് കൊണ്ട് സഹിക്കുന്നതിനേക്കാൾ ദുഃഖം ഈ കുഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞു. സാരമില്ല, നിങ്ങളെക്കാൾ മിടുക്കനായി ഇവൻ വളർന്നു വരും. ഞങ്ങൾ വരട്ടെ. റപ്പേലെ, ഇനിയും നീ ചോദിക്കുന്ന പണം ഞാൻ നിനക്ക് തരും. ആ കുഞ്ഞിനെ നീ അവിടെ നിർത്ത്. എന്റെ കയ്യിൽ തന്നാൽ മാത്രം മതി. ഞാൻ വെറും ഒരു കുശനിക്കാരനാന്നേ. അച്ഛനോ ജനമോ അറിഞ്ഞാൽ എന്റെ കൈഞ്ഞൂടി അതോർത്ത് റപ്പേലെ വിഷമിക്കണ്ട. നിനക്ക് എന്തു വന്നാലും ഞാൻ ഏറ്റു. ആ കുഞ്ഞിനെ എനിക്ക് കിട്ടണം. അതിനെ വെച്ചു വേണം ജമ്പുലിംഗത്തിനെയും പൊന്നയ്യനെയും വകവരുത്താൻ. ഞങ്ങൾ എപ്പോ വരണമെന്ന് റപ്പേല് പറ. അതിപ്പോ എങ്ങനാ പറയുന്നേ? കുഞ്ഞ് ഉറങ്ങുന്ന നേരം നോക്കി ആരും കാണാതെ എടുത്തു തരാം. ശരി, കുറെ കഴിഞ്ഞ് ഞങ്ങൾ അനാഥ മന്ദിരത്തിന്റെ പുറകിൽ വരാം. അങ്ങനെ എല്ലാം രഹസ്യമായിരിക്കണം. എന്റെ വയറ്റത്തടിക്കരുത്. നീ ധൈര്യമായിട്ട് പോടാ. ഓ മോളെ. അതെ മോളെ, ആ പാവപ്പെട്ട കുഞ്ഞിനെ കൊല്ലാതെ അച്ഛൻ അടങ്ങില്ലെന്നായിരിക്കും. നമുക്കിനി എന്ത് ചെയ്യാനൊക്കും? ചെയ്യേണ്ടത് എന്തെന്ന് എനിക്കറിയാം. എടാ ദ്രോഹി, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരുവായിരുന്നല്ലോടാ. ഈ പ്രാണം വിറ്റ് കാശ് മേടിച്ച് നീ മനുഷ്യനാണോ? കുഞ്ഞെ, ഞാൻ ശബ്ദിച്ചു പോയരുത്. എന്താ സുഭദ്ര കുഞ്ഞ്? ജൈനമ്മേ, ഇനി ഈ ദുഷ്ടൻ ഇതിനകത്ത് വെച്ചേക്കരുത്. എന്തുണ്ടായി? ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് കടത്തി തരാമെന്ന് പറഞ്ഞ് ഇവൻ അത് അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി. റപ്പല്ലേ, എനിക്ക് മാപ്പ് തരൂ. നിനക്ക് മാപ്പ്? അരുത് ബ്രദർ, ദൈവം അവനെ ശിക്ഷിച്ചോളൂ. റപ്പേലെ, ഇനി നിനക്ക് ഇവിടെ ജോലിയില്ല. പോയിക്കോളൂ. ജൈനമ്മേ, ഈ കുഞ്ഞിനെ ഇനി ഇവിടെ വിട്ടിട്ട് പോകുന്നത് അപകടമാണ്. ഞാൻ ഉടൻ തന്നെ ഇവനെ ഇടയത്താവളത്തിൽ കൊണ്ട് ഏൽപ്പിക്കാം. ആ കുഞ്ഞിനെ കപ്പിലേക്ക് കൊടുക്ക. ആ കുഞ്ഞിനെ തൊട്ടു പോകരുത്. മാർത്താണ്ഡ പിള്ളേ, നിങ്ങൾ പുറത്തു പോകുന്നതാണ് നല്ലത്. ഈ കുഞ്ഞിനെ കൊണ്ടേ ഞാൻ പോകും. അല്ല മാർത്താണ്ഡ പിള്ളേ, അവളൊന്നും കാണിക്കരുത്. സുഭദ്ര കുഞ്ഞ്, കുഞ്ഞ് ജമ്പുലിംഗം, ഇത് മാർത്താണ്ഡ പിള്ളയാണ്. നിന്റെ അനന്തരവൻ എന്റെ കൈയിരിക്കുന്നു. ഈ കുഞ്ഞിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ തോക്കുകൾ വെച്ച് താഴേക്ക് വരൂ.
അരുതമ്മച്ചമ്പി, കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കണം. നമ്മുടെ കുടുംബം നിലനിർത്താൻ ഇനി അവനേ ഉള്ളൂ. ഈശ്വരനൊഴികെ മറ്റാർക്കും നമ്മൾ കീഴടങ്ങുകയില്ല. തോക്ക് താഴെ ഇട്ടിട്ട് എന്റെ കൂടെ വരൂ. കീഴടങ്ങാനല്ല നമ്മൾ പോകുന്നത്. പട്ടികളെ, ഈയൊക്കെ വലിയ കോയിക്കൽ മാർത്താണ്ഡപ്പിള്ളയെ തോൽപ്പിച്ചളയാമെന്ന് കരുതിയോ? അതിന് ചങ്കുറപ്പുള്ള ഒരുത്തനും ഒരു ചാണാഞ്ചിയോ ചെത്തുകാരന്റെ മകനായി ജനിച്ചിട്ടില്ലടാ. മച്ചമ്പി, 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 എന്റെ മോനെ കൊണ്ട് വേഗം രക്ഷപ്പെടൂ. മച്ചമ്പി, വേഗം പോകൂ. ഇല്ല, ഇല്ല മച്ചമ്പി, നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കില്ല. മച്ചമ്പി, ഞാൻ മോനെ, ഈ ലോകത്തിന്റെ ഉച്ചനീചത്വമെന്തെന്നറിയാതെ ഇന്ന് നീ കരയുന്നു. നാളെ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നീ ഒരു സിംഹമായി മാറണം. ഞങ്ങൾ തോറ്റെടുത്ത് നീ ജയിക്കണം.
നാഞ്ചനാടിന്റെ മണ്ണിൽ വീണ ചോരയിൽ നിന്നും ഒരു പുതിയ തലമുറ ഉയർത്തെഴുന്നേറ്റു. അവർ ആരംഭിച്ച സമരം വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറി. ഇന്ത്യ സ്വതന്ത്രയായി. അതോടെ മാടമ്പികളുടെ കിരാതവാഴ്ചയ്ക്കും തിരശ്ശീല വീണു. പക്ഷേ ആ നാഞ്ചനാടൻ സാഹസികരുടെ കഥ ഇന്ന് നാടോടിപ്പാട്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വേളിമലയുടെ ഹൃദയത്തിൽ നിന്നും ജംബുലിംഗത്തിന്റെ ശബ്ദം ഇന്നും കേൾക്കാറുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്.